ആദരണീയനായ നമ്മുടെ സമിതി പ്രസ്താവന നായർ, വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഉപനിഷത്തുകളുടെ പകർന്നു നൽകുന്ന ശാശ്വത മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇവിടെ ഇന്ന് അന്വേഷിക്കുന്നത്. ഈ ലോകത്തിന് മുഴുവൻ മാർഗദർശകമായ ഉപനിഷത്ത് ചിന്തകളെ ലോകം മുഴുവൻ പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചത് സ്വാമി വിവേകാനന്ദനാണെന്ന് നമുക്കറിയാം. ആ ഒരൊറ്റ വ്യക്തി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ അതിനുമുമ്പും ഉപനിഷത്തുകൾ പ്രചാരം നേടിയത് വിദേശ രാജ്യങ്ങളിൽ. പക്ഷെ അദ്ദേഹം ഈ ഉപനിഷത്തുകളെ ലോക മനസ്സിനെ പരിചയപ്പെടുത്തുവാനും ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും ചെയ്ത സേവനം 1893 സർവ്വശികാഗോ സമ്മേളനം തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ മലയാളത്തിലെ ഉപനിഷത്ത് നേരത്തെ പരിപാടിപ്പെടുത്തിയ ശ്രീ നാരായണഗുരുവിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വളരെ മനോഹരമായ പരിപാടി അദ്ദേഹം ഈശാവാസ്യത്തിന് നൽകി. മറ്റ് ഉപനിഷത്തുകളിലൂടെ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ അത് മലയാളത്തിന് ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയാകുമായിരുന്നു എന്നതിന് സംശയമില്ല. ഇവിടെ ആദ്യത്തെ ശ്ലോകം ഇവിടെ പറയുകയുണ്ടായി. ഈശൻ ജഗത്തിലെല്ലാം ആഘോഷിക്കുന്നത് കൊണ്ട് ചൈത്യമുക്തനായ ആശിക്കെല്ലാവരുടെയും ധനം തുടർന്ന് ആ ശ്ലോകം അത് തുടങ്ങി മനോഹരമായ കുറച്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം പരിപാടിപ്പെടുത്തിയിട്ടുണ്ട്. ഉപനിഷത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വേദാന്തത്തിൻ്റെ വേറൊരു വാക്കാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. വേദാന്തം ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ ആൾക്ക് ഇതെന്തോ ഒരു കഠിനമായ ഒരു മേഖലയാണ്, ഇത് നമുക്ക് പറ്റിയ മേഖലയല്ല എന്നൊരു തോന്നൽ പൊതുവെ പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ അത് അന്വേഷിക്കുന്ന ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് വളരെ ദൂരെയുള്ളതാണ് എന്ന് വിചാരിക്കുന്നതാവാം. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രത്യേകം പെട്ടെന്ന് ഒരു പ്രയോജനം ഇതുകൊണ്ട് ലഭിക്കുകയില്ല എന്നുള്ള വിചാരങ്ങളാവാം. അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് ആൾക്ക് കടന്നു വരുന്നത്. കാരണം അടിസ്ഥാനപരമായ തത്വശാസ്ത്ര പ്രശ്നങ്ങളാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അക്കിത്തമ്മ കവിതയിൽ ഉള്ളതായി തോന്നുന്നുവെങ്കിലും ഓമനെ ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം, ഇല്ലാത്തതായി തോന്നുന്നുവെങ്കിലും ഓമനെ ഉള്ളത് താൻ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്. അതൊരു സംഗീതമാണ്. പ്രപഞ്ചമുണ്ടോ, എന്താണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്ത എന്ന് ചോദിച്ചാൽ അത് തത്വശാസ്ത്രത്തിൽ കോൺട്രോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചായിട്ട് മാറും. സത്താശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സത്താശാസ്ത്രം വലിയ സങ്കീർണമായ ചോദ്യമാണ്. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിൽ തന്നെ അടുത്ത ചോദ്യം എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ജ്ഞാനശാസ്ത്രം, ഈ അറിവിൻ്റെ ശാസ്ത്രം. മനുഷ്യന് എന്ത് മാത്രം അറിയാനായിട്ട് സാധിക്കും, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് എന്നാണ് ഉറപ്പ്. ഇത്തരം ചോദ്യങ്ങൾ ഇതിനെങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഭാഗം ആക്സിയോളജി അല്ലെങ്കിൽ മൂല്യശാസ്ത്രം എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ പ്രധാനമായിട്ട് വരുന്ന മൂല്യങ്ങൾ, അത് സത്യമാകാം, ധർമ്മമാകാം, സൗന്ദര്യമാകാം, എന്ത് വേണം, അങ്ങനെ ധാരാളം മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങൾ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് അവ ശാശ്വതമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ അത് സ്വീകരിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ആക്സിയോളജി എന്ന് പറയുന്ന മൂല്യശാസ്ത്രം. അങ്ങനെയുള്ള ഈ തത്വചിന്താപരമായ വലിയ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതുകൊണ്ടായിരിക്കാം പലപ്പോഴും വേദാന്തത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത്. ഇത് ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് വിദൂരസ്ഥമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. വള്ളത്തോട് കവിതയിൽ ബുദ്ധി കൊണ്ട് ചിറകുകൾ സമ്പാദിച്ച് എത്ര നേരോട്ട് കയറി പറന്നാലും മാനവന് മുൻമട്ടിയെ ഭൂഗസ്ഥം ജ്ഞാനദേവതയെ മഹോമണ്ഡലം എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു സങ്കീർണതയാണ്. ബുദ്ധി കൊണ്ട് ചിറകുകൾ സമ്പാദിച്ച് എത്ര നേരോട്ട് പോയാലും ജ്ഞാനദേവതയുടെ നഭോമണ്ഡലം നമുക്ക് അപ്രാപ്യമാണ് എന്ന് ഉള്ള കവിവചനം. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിലേക്ക് പിന്നെ എന്തിനാണ്
അനന്തമജ്ഞാത ഓർമ്മയും ഈ ലോകകോളം തിരിയുന്ന മാവൻ അതിൽ കഴിഞ്ഞാണ് ഒരിടത്ത് നിന്ന് നോക്കുന്ന വാക്യം കഥ എന്ത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കവികളുണ്ട്. Pleasant to know and worthiest to be old and remembrance always delighting. But what created mind and comprehend their number of the wisdom infinite that brought them forth, but hid their causes deep എന്ന് എഴുതിയിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ പുറകെയുള്ള ഇതിൻ്റെ പുറകെ ഈ സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സങ്കീർണത ഇത് മനസ്സിലാക്കാനായിട്ട് but what created mind and comprehend their number or the wisdom infinite that brought them forth, but hid their causes deep എന്നുള്ളത് നമ്മുടെ മലയാളത്തിലെ കവി കുഞ്ഞിരാമൻ നായർ അദ്ദേഹം ഒരിടത്ത് ചോദിക്കുന്നു, ആർത്തി പിടിച്ച് ഞാൻ ഒന്നും വാഴ്ച ചാത്ത് വിളങ്ങും സുഖ സഞ്ജയം നിർണയം ഈ മഹാമായവൻ വിഭുതം നിൽപ്പും ദാദൃശ്യനായി ചിത്രപ്രദർശനം തൻ തിരുവസ്ത്രത്തിലാണ് ഞാൻ കാണുമീ യന്ത്രചിത്രത്തിൻ്റെ സൂക്ഷ്മതിരിപ്പുകൾ എന്ന് എഴുതിയിട്ടുണ്ട്. ആർത്തി പിടിച്ച് നമ്മളെല്ലാം മുങ്ങുകയാണ്. എന്താണ് സുഖ സഞ്ജയമാണെന്നത്. നിർണയം ഈ മഹാമായവൻ വിഭുതം നിൽപ്പും ദാദൃശ്യനായി ചിത്രപ്രദർശനം. ഈ ഇത്രയെല്ലാം കാണിച്ചതെന്ന ആ വ്യക്തി പ്രദർശകന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. തൻ തിരുവസ്ത്രത്തിലാണ് നാം കാണുന്ന ഈ യന്ത്രചിത്രത്തിൻ്റെ സൂത്രത്തിരിപ്പുകൾ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ സൂത്രത്തിരിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഈ മഹാമായയുടെ പിൻപുറത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന് സൂത്രത്തിരിപ്പുകൾ അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതിലൊരു നിഷ്ഫലമായിട്ട് ഞാൻ പോകുന്നത് എന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ അത് കുറ്റം പറയാൻ കഴിയില്ല. ഇത് പണ്ട് മറ്റ് രാജ്യത്ത് ഇതുമായി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലേറ്റോയുടെ അലിഗറി ഓഫ് ദ കേവ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു ഉപമയാണ്. അതൊരു ഗുഹയിൽ ആളുകൾ ബന്ധനസ്ഥരായ ആളുകൾ ഇരിക്കുന്നു. അവർക്ക് പുറമെ നോക്കാൻ പറ്റുന്നില്ല. മുമ്പിലുള്ള ആ സ്ക്രീനിൽ ഉള്ള നിഴലുകൾ മാത്രമേ അവൻ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ നിഴലുകളാണ് യാഥാർത്ഥ്യങ്ങളാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിലൊരാൾ ചന്ദന പൊട്ടിച്ച് പുറത്ത് ഗുഹയുടെ പുറത്ത് പോയപ്പോഴാണ് അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും മറ്റ് ജീവജാലങ്ങളുടെ ലോകവും മനസ്സിലായി. അപ്പം അയാൾ തിരിച്ച് ഗുഹയിൽ ചെല്ലുമ്പോൾ മറ്റുള്ള ആളുകളെല്ലാം കൂടി ഈ വ്യക്തിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ കഴിയുന്ന പ്രപഞ്ചം തന്നെ അത്തരത്തിലുള്ള ഒരു ഗുഹയിലെ മനുഷ്യരുടെ അനുഭവമായിട്ടാണ് പ്ലേറ്റോയുടെ ചിത്രീകരണം. അങ്ങനെ തത്വശാസ്ത്രപരമായിട്ട് ഇങ്ങനെ പല രീതിയിൽ നോക്കിയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഉപനിഷത്തുകൾ. അത് സങ്കീർണമാണ് ലളിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലളിതമായിട്ടാണ് ഇതിൻ്റെ ഉത്തരം അതിൽ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഏറ്റവും യുക്തിപരസഹമായിട്ടുള്ള ഉത്തരങ്ങൾ ഇതിന് നൽകിയിട്ടുള്ളത് ഉപനിഷത്തുകളാണ്. മറ്റ് യാതൊരു തത്വചിന്താ ഗ്രന്ഥങ്ങളിലും ലോകത്തുണ്ടായിട്ടുള്ള ഏത് രാജ്യത്തെയാകട്ടെ ഏത് കാലത്തെയാവട്ടെ ഉണ്ടായ തത്വചിന്താ ഗ്രന്ഥങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരമില്ല. ശാസ്ത്രം ഇപ്പോൾ അന്വേഷിക്കുന്ന അത്തരത്തിലുള്ള ഉത്തരങ്ങളാണ്. കാരണം ശാസ്ത്രം ഈ പ്രപഞ്ചത്തിനെ അന്വേഷിക്കുന്ന ശാസ്ത്രം അവിടെ നിന്ന് കണ്ടെത്താവുന്ന പലതും കണ്ടെത്തി ഇപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളിലാണ്. കൂടുതൽ അറിയുന്നതോറും അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതുകൊണ്ട് ശാസ്ത്രം ഇപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉപനിഷത്തുകളോടെ വളരെ പ്രാധാന്യമുള്ളതാണ്. ആ കണ്ടെത്തലുകൾ എന്തും അത്ഭുതകരമാണ് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ന്യൂറോളജി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രങ്ങൾ, ബയോളജി, ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏത് രീതിയിൽ ഗവേഷണം നടത്തുന്നവർ ഉപനിഷത്തുകളെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത്തരം ചിന്തകൾ ഇതിൻ്റെ പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് അവർ അന്വേഷിക്കുന്നു. അത് ലളിതമാണ് എന്ന് പറയുന്നതിന് കാരണം ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അതേപോലെ എഴുതിയിട്ടുണ്ട്, and the solution is simple, God is answering. നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ സങ്കീർണമാകുമ്പോഴല്ല ദൈവം ഉത്തരം പറയുന്നത്, വളരെ ലളിതമാകുമ്പോൾ ദൈവം അവിടെ ഉത്തരം പറയും. അപ്പം അങ്ങനെ ലളിതമായ ഉത്തരങ്ങൾ സങ്കീർണമായ സംശയങ്ങൾ നൽകുന്ന ഈ ഉപനിഷത്തുകൾ അത് എല്ലാവർക്കും ആക്സസിബിളാണ്, എല്ലാവർക്കും അന്വേഷിക്കാവുന്നത് തന്നെയാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് വിദൂരത്തിൽ നടത്തുന്ന കാര്യമില്ല. കാരണം
ഉപനിഷത്തുകളിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം കണ്ടുപിടിക്കുന്ന ആയ പല ആളുകൾ കൊച്ചുകുട്ടികളാണ്. അത് നിങ്ങൾ ഉപനിഷത്തുകൾ നോക്കി തന്നെ അറിയാം. അതായത് ഈ ചാന്തോക്യം എന്ന് പറയുന്ന ഉപനിഷത്തില് ഒരു ശ്വേതകേതു എന്ന് പറയുന്ന ഒരു കുട്ടി 12 വയസ്സായപ്പോൾ പഠിക്കാനായിട്ട് പോയതാണ് ഗുരുവിൻ്റെ. പിന്നെ 12 കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിതാവ് ചോദിക്കുകയാണ്, ഉദാഹരൻ എന്ന് പറയുന്ന മാഷിയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തിരിച്ചു വന്നിരിക്കുന്ന നല്ല കുറച്ച് അഹങ്കാരമൊക്കെയാണ്. 12 വർഷം പഠിച്ചു കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം അറിയാം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു തോന്നലിലാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ തമാശ പറയാൻ നമ്മൾ പഠിച്ച് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി വരും. പിന്നെ കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഈ അറിയാമെന്ന് സംശയം വരുമ്പോൾ നമുക്ക് ഒരു ഡിഗ്രി വരും. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. പിന്നെ കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഒന്നും അറിയില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ഒരു ഡിഗ്രി കൊടുക്കും. അതിൻ്റെ പേരാണ് PhD എന്ന് പറയുന്നത് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടി ഡിഗ്രി പഠിച്ച മാതിരി വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് എല്ലാം അറിയാം. അപ്പോൾ ഈ ഉദാര മഹർഷി ഒരു ചോദ്യം ചോദിച്ചു. ഈ പാവങ്ങൾ കൊണ്ടാണ് എല്ലാം അറിയാവുന്ന പാവങ്ങൾ ചോദ്യം ചോദിച്ചു. ഇത്രയും കാലമൊക്കെ പഠിച്ചല്ലോ, അപ്പൊ എല്ലാം എന്തറിഞ്ഞാലാണ് ലോകത്തെ എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത് എന്നത് അറിയാമോ? Do you know by knowing what we can know everything? അതെന്താണ് എന്നൊരു ചോദ്യം. അപ്പോൾ ഈ കാര്യം മാത്രം ഈ കുട്ടി പഠിച്ചിട്ടില്ല. എന്തറിഞ്ഞാലാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുക? അങ്ങനെ കാര്യമുണ്ടോ? അതറിയില്ല. അപ്പോഴാണ് അത് ചോദിക്കുന്നത്, അത് പറഞ്ഞുതരാൻ പറയും. അപ്പോൾ പറഞ്ഞുതരാൻ പറയുമ്പോൾ ഈ മഹർഷി പലതരം ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വഴിയായിട്ട് ഈ ഉത്തരം കൊടുക്കുന്ന കഥയാണ് ഈ ചാന്തോക്യത്തിൽ കഥയായിട്ട് ഉത്തരത്തിലേക്ക് പോകുന്നത്. എന്തറിഞ്ഞാലാണ് എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത്? അത് ഒരു ശരിക്കും പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രത്തിലെ ഒരു ചോദ്യമാണ്. അത് സത്താശാസ്ത്രത്തിലെ ഒരു ചോദ്യമാണ്. അടിസ്ഥാന സത്ത എന്താണ്? അത് എന്തറിഞ്ഞാൽ ആ അടിസ്ഥാന സത്തയെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. സർവത്തിനും സുസൂക്ഷ്മമാം ആത്മാവ് ഏതൊരു സത്യമാണ്, അതുതന്നെ ജഗത്തിൻ്റെ ആത്മാവായി വിളങ്ങുന്നു. അത് സ്വസത്തയാകുന്നു, അത് നീ തന്നെയാകുന്നു എന്നാണ് ഉദാരമായി കൊടുക്കുന്നത്. എല്ലാത്തിനും സുസൂക്ഷ്മമായിട്ടുള്ള ഈ ആത്മാവാണ് സത്യമായിട്ടുള്ളത്. അപ്പം നീ അന്വേഷിച്ച് നടക്കുന്നത് നമ്മുടെ സാധാരണ പലപ്പോഴും ഈ വീടുകളിലൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാണാതെ പോയി കഴിയുമ്പോൾ എഴുതുന്ന പേനാണ് വീട്ടിലെല്ലാവരും പോയി റൂമിൽ പോയി കാണുന്നില്ല. അവസാനം നോക്കി കഴിയുമ്പോൾ ചില അനുഭവങ്ങളാണ് ഇത് പോക്കറ്റിൽ തന്നെ കാണും. അപ്പോൾ അവസാനം ആരും നോക്കി കഴിയുമ്പോൾ പേന പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ണന്വേഷിക്കുന്ന ആളുകളെയും കണ്ണിൽ തന്നെ പുറത്തേക്ക് ഇരിക്കുന്നുണ്ട്. അത് അറിയാതെ അന്വേഷിക്കുകയാണ്. ഇത്തരം അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഒരു സൊല്യൂഷനാണ് ഉപനിഷത്തുകൾ കൊടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് എന്ത് എന്ന് അന്വേഷിക്കാൻ പറ്റുന്ന വ്യക്തിയോട് ഉപനിഷത്ത് പറയുന്നത് ഈ അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്, അത് നീ തന്നെയാകുന്നു, അത് സ്വസത്തയാകുന്നു, അത് നീ തന്നെയാകുന്നു. അതാണ് തത്വമസി അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞു. അതല്പമാണ് അന്വേഷിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങി ഇറങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സത്ത നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജ്ഞാനശാസ്ത്രത്തിലെ വലിയൊരു അറിവാണ്. അത് നീ തന്നെയാകുന്നു എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ആരാണ്? ഈ ജ്ഞാതാവ് എന്ന് പറയുന്ന ആൾ. എല്ലാം കാണുന്നത് ദൃക്ക്. അപ്പോൾ അത് ജ്ഞാനശാസ്ത്രത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരാൾ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 3 ഘടകങ്ങളൊക്കെയുണ്ട്. ഒന്ന്, അത് കാണുന്നയാൾ. 2, കാണപ്പെടുന്ന വസ്തുത. 3, കാഴ്ച. 3 കാര്യങ്ങളാണ്. ഏത് കാര്യം? നമ്മുടെ ഇന്ത്യയിലോട് നമ്മൾ എന്ത് അറിഞ്ഞാലും അതിലെല്ലാം ഈ 3 കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. ആ കാണുന്ന വ്യക്തി എന്ത് കാണുന്നു, അത് പിന്നെ കാഴ്ച എന്ന് പറയുന്ന അനുഭവം 3ആണ്. ഇത് 3 ഇങ്ങനെ വേറെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു വസ്തു കാണുന്നു, ഒരു ബോക്സ് കാണുന്നു. ആ ബോക്സ് ഞാനുമായിട്ട് ബന്ധമില്ല, എന്തൊരു വ്യത്യസ്തമായ സാധനമാണ് ഈ ബോക്സ്. അപ്പം ഞാനുമായിട്ട് ബോക്സ് വേറെ, ഞാൻ വേറെ. പിന്നെ ഇത് ഞാൻ കാണുന്നതെന്നുള്ള അനുഭവം അതും വേറെ. അപ്പോൾ 3 കാര്യങ്ങളായിരിക്കും.
ഈ മൂന്ന് കാര്യങ്ങൾ ഇരിക്കുന്നു മൂന്ന് കാര്യങ്ങളായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം ഇന്ദ്രിയം കൊണ്ട് അറിയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉപാദനമാണ്, കാഴ്ചയും മാത്രമല്ല. അപ്പൊ അറിവ് എല്ലാ അറിവിനും ഭാഗമാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്ന അറിവ് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഒറ്റ പ്രതിഭാസമേ അവിടെയുള്ളൂ. പിന്നെ എന്തുകൊണ്ട് മൂന്നായിട്ട് തോന്നുന്നു? മൂന്നായിട്ട് തോന്നിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു പരിമിതി കൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സിന്റെ മസ്തിഷ്കത്തിന്റെ പരിമിതി കൊണ്ടത് മൂന്നായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഈ കാണുന്ന വ്യക്തിയാണ്. ഈ കാണുന്ന വ്യക്തിയുടെ തലച്ചോറില്ലെങ്കിൽ പിന്നെ മറ്റു രണ്ടുമില്ല. കാണപ്പെടുന്ന വസ്തുവില്ല, കാഴ്ചയില്ല. ഈ കാഴ്ചയെയും കാണപ്പെടുന്ന വസ്തുവിനെയും വരെ സൃഷ്ടിക്കുന്നത് അതിനും അടിസ്ഥാനപരമായ സത്ത കാണുന്നതാണ്. അതുകൊണ്ടാണ് വളരെ എളുപ്പം മനസ്സിലാക്കുക. നമ്മളെന്തെങ്കിലും ഒരു കാണുന്നു അനുഭവം. ഈ അനുഭവത്തിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഞാൻ ഒരു ബോക്സ് കാണുന്നു പറഞ്ഞാൽ ഈ ബോക്സ് അത്രയും ദൂരെയാണ് ചെയ്യുന്നത്. ബോക്സിൽ ഞാൻ കണ്ടു എന്ന് പറയുന്ന കാഴ്ച എന്നിൽ വരാൻ പോകുന്നേ ഉള്ളൂ, കണ്ടു കഴിയുമ്പോൾ. പക്ഷെ ഈ ബോക്സിൽ ഈ കാഴ്ച എന്ന അനുഭവത്തിന് മുമ്പ് ഈ കാണുന്ന ഞാനവിടെയാണ്. അപ്പൊ എന്നോട് ഏറ്റവും അടുത്ത് ഞാനാണ്. ഞാൻ കാണുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ എന്ന് പറയുന്ന ഈ ജ്ഞാതാവ് അത് ജ്ഞേയം അല്ലെങ്കിൽ ജ്ഞാനം ഇതിന് രണ്ടിനും മുമ്പുള്ളതാണ്. അപ്പൊ ഇതിനെ പറയുന്നത് ദൃശ്യ വിവേകം എന്നാണ്. ദൃശ്യം അത് പിന്നെ ജ്ഞാനം, ഈ മൂന്നും ചേരുന്ന വസ്തുവിൽ നമ്മളുടെ അനുഭവത്തിനോട് ഏറ്റവും അടുത്തെത്തുന്നത് ദൃക്കാണ്, കാണുന്നതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തു. അപ്പൊ ഈ കാണുന്ന ആളിൽ മറ്റേ രണ്ട് വസ്തുക്കളെയും നമുക്ക് ലയിപ്പിക്കാനായിട്ട് സാധിക്കും. അത് വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്സിജൻ ദൂരെയാണ് ഇരിക്കുന്നത്. കാഴ്ച എന്ന് പറയുന്ന അനുഭവം പിന്നെ വരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം മൂന്നും കൂടി ചേർന്നതായതുകൊണ്ട് ഈ കാഴ്ചയെയും ഈ ജ്ഞേയം എന്ന് പറയുന്ന കാണപ്പെടുന്ന വസ്തുവെയും ഈ കാണുന്ന ആളിൽ ലയിപ്പിക്കുന്ന പ്രക്രിയ, ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് ത്രിപുടി മുടിയുക എന്ന് പറയുന്നത്. അതൊരൊറ്റ അനുഭവമാണ്. ഈ കാഴ്ചയെ പിരിക്കേണ്ട കാര്യമില്ല. മൂന്നായിട്ട് പിരിക്കേണ്ട വസ്തുവല്ല, ഒരുമിച്ചിരിക്കേണ്ട ഒറ്റ പ്രതിഭാസമാണ് എന്നുള്ള ബോധം അത് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു നമ്മുടെ അറിവിനുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ചാട്ടമുണ്ട്. അതുപോലെ നമ്മുടെ അറിവിന് നിലവാരം ഉപയോഗിക്കണം. ആ വ്യത്യസ്തമായിട്ടിരിക്കുന്നതെല്ലാം ഒറ്റ വസ്തുവാണ്, അത് ഒരുമിച്ചാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുമ്പോൾ നമ്മൾ അറിവിൻ്റെ ഒരു പടി കയറുന്നത് എന്നതല്ല. അപ്പോൾ അങ്ങനെ ത്രിപുടി മുടിയുന്ന ഈ അനുഭവം ഇതുകൊണ്ട് പിന്നെ ഈ ഉപനിഷത്തുകളിൽ ഇത്തരം ജ്ഞാനങ്ങളെല്ലാം രണ്ട് തരമായിട്ട് എപ്പോഴും പറയുന്നത്. ഒന്ന് ഉയർന്ന അറിവും മറ്റൊരു താഴത്തെ തരത്തിലുള്ള അറിവും, പരാവിദ്യയും അപരാവിദ്യയും. പരാജ്ഞാനം അപരാജ്ഞാനം. അപ്പോൾ പരാവിദ്യ എന്ന് പറയുന്ന ഉയർന്ന അറിവും അപരാവിദ്യ എന്ന് പറയുന്ന താഴ്ന്ന അറിവുമായിട്ട് കാണിക്കുമ്പോൾ അതിൽ ഈ ഞാൻ എന്ന ഇത് മാറ്റി നിർത്തി ഈ ത്രിപുടിയിൽ മൂന്ന് കാര്യമുള്ളതിൽ എന്നെ അല്ലെങ്കിൽ ദൃക്കിനെ അല്ലെങ്കിൽ ജ്ഞാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ജ്ഞേയത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ പേരാണ് അപരാവിദ്യ. അപ്പൊ അപരാവിദ്യ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിവ് ജ്ഞാതാവില്ല, അറിയുന്നതിനെ കുറിച്ച് പരാമർശമേ ഇല്ല, ആ കാര്യം പരിഗണിക്കുന്നേയില്ല. ആ വസ്തുവിനെക്കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു. വസ്തുവിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അറിയുന്ന ഒരാളെ അന്വേഷിക്കുന്നത് ശരിയാണ്, പക്ഷേ ആ അറിവില് ഇത് ഉൾപ്പെടുത്തുന്നില്ല, അറിയുന്നവരെ മാറ്റുന്നത്. അങ്ങനെ കിട്ടുന്ന അറിവിൻ്റെ പേരാണ് അപരാവിദ്യ. വളരെ തിരിച്ച് ഈ പുറത്തേക്ക് നോക്കുന്നതിന് നമ്മുടെ നോട്ടത്തിൻ്റെ ദിശ ഉള്ളിലേക്ക് മാറ്റിയാൽ, അറിയുന്നവരിലേക്ക് തന്നെ നോക്കിയാൽ അല്ലെങ്കിൽ തന്നിലേക്ക് തന്നെ നോക്കിയാൽ, ഈ അറിയുന്നവരെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ പേരാണ് പരാവിദ്യ. അത് രണ്ട് ദിശയിലുള്ള അറിവാണ്. അപരാവിദ്യ ഏത് ദിശയിൽ വരുന്ന അറിവാണോ അതിൻ്റെ നേരെ വിപരീത ദിശയിൽ നോക്കുമ്പോൾ കിട്ടുന്ന അറിവാണ് പരാവിദ്യ. അപ്പം അതിൽ ഈ അപരാവിദ്യ എന്ന് പറയുന്നത് ഈ വസ്തു നാമരൂപാത്മകമായ പ്രപഞ്ചത്തിനെ നമ്മൾ നോക്കുമ്പോൾ ആ നോക്കുന്ന ആള് അതിൽ ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിനെ അപരാവിദ്യ എന്ന് പറയും, ലോകം എന്ന് പറയും. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അത് ഈ മുണ്ടകം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ ഇതിന് ഇതേതൊക്കെയാണ് പറയുന്നത്.
ഋക്കും യജുസ്സുമത സാമം അഥർവവേദം ഛന്ദസ്സു ഭാഷയുടെ രീതികൾ ശിക്ഷകൽപ്പം നിരുക്തം ഇവയാണ് അവൻ പരത്താൽ ആത്മാവിനെയാണ് അറിയുന്നത് എന്നാണ് ഈ ഇതിൽ പറയുന്നത്. ഈ ഗുണഗോപത്തിൽ പറയുന്നത്. അതായത് നമ്മുടെ അന്നത്തെ കാലത്ത് അറിവെന്ന് ധരിക്കുന്ന പലതും വേദങ്ങളുണ്ട്. ഋക്കും യജുസ്സും സാമ അഥർവവേദം ഛന്ദസ് ഭാഷയുടെ രീതികൾ ശിക്ഷകൽപ്പം ജ്യോത്സ്യം നിരുക്തം ഇവയാണ് അവൻ പരത്താൽ ബ്രഹ്മത്തെയാണ് അറിവ് അക്ഷരമാണത് എന്ന് ഇതിൽ പറയുന്നു. ഇപ്പോൾ പരാവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ്. അപരാവിദ്യ എന്ന് പറയുന്നത് ബാക്കി എല്ലാം അപരാവിദ്യയാണ്. അപരാവിദ്യ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞ് പഠിക്കുന്നതെല്ലാം അപരാവിദ്യയാണ്. കാരണം അതെല്ലാം പുറമേയുള്ള ലോകത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ അറിവാണ്. അത് അപരാവിദ്യ താഴ്ന്ന അറിവായിട്ടാണ് അവർ അന്ന് ഉപനിഷത്തിൽ അതിനെ എഴുതിയിരിക്കുന്നത്. പരാവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നത്, ഇത് ആരാണ് ഇതെല്ലാം അറിയുന്നത്, അറിയുന്ന ആളിൻ്റെ സ്വഭാവം എന്ത് എന്നുള്ള അന്വേഷണം. അപ്പോൾ അത് തന്നെയാണ് ഈശ്വരവാദം ചെറിയ ഉപനിഷത്താണെങ്കിലും അതിൽ ഇതിനെ കാണിക്കുന്ന ഈ പ്രശ്നം അതിൽ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പറയുന്നത് അന്തന്തമ പ്രവിശന്തി ഏ വിദ്യാമുപാസതേ തതോ ഭൂയേതമോ യവു വിദ്യാജനം വേദ എന്നാണ് പറയുന്നത്. ആരാണ് ഉപാസിക്കുന്നത് അവിദ്യ ലോകത്ത് അവർ പ്രവേശിപ്പത് ഭൂരിയുള്ളിൽ ആ വിദ്യയിൽ തന്നെ രമിച്ചിരിക്കുന്നവർക്ക് അതേക്കാൾ അധികം താമസം എന്നതിൻ്റെ സാധ്യം. ആരാണ് അവിദ്യയെ ഉപാസിക്കുന്നത്? ഈ അപരാവിദ്യ ആരാണ് ഉപാസിക്കുന്നത്? അല്ലെങ്കിൽ പുറമേയുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? അവർ പ്രവേശിപ്പത് ഭൂരിയുള്ളിൽ, അവർ ഭൂരിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ വിദ്യയിൽ തന്നെ രമിച്ചിരിക്കുന്നു. ഇനി നേരെ തിരിച്ച് അതിൻ്റെ വിപരീത ദിശയിലുള്ള അറിവ് മാത്രം അന്വേഷിക്കാതിരിക്കുകയാണെങ്കിൽ ആ വിദ്യയിൽ തന്നെ രമിച്ചിരിക്കുന്നവർക്ക് അതേക്കാൾ അധികം താമസം അവരുടെ ഈ അറിവുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ദിശയിലേക്ക് മാത്രം നോക്കിയിട്ടുള്ള അറിവ് ഇരുട്ടാണ്, എതിർ ദിശയിലേക്ക് മാത്രം നോക്കിയിട്ടുള്ള അറിവ് അത് ഇരുട്ടാണ്. രണ്ടും വലിയ ഇരുട്ടാണെന്നാണ് ഈ ജാവാസി പറയുന്നത്. അത് വലിയൊരു അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ്. അങ്ങനെ ആരും ചിന്തിപ്പറിയില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന ശാസ്ത്രം മുഴുവൻ പഠിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അറിവ് കഴിഞ്ഞാൽ അയാൾ ഇരുട്ടിലെത്തി എന്നാണ് ഞാൻ പറയുന്നത്. തിരിച്ച് നമ്മിലേക്ക് തന്നെ നോക്കി ആ വിദ്യയിൽ തന്നെ രമിച്ചിരിക്കുന്ന അവർക്ക് അതേക്കാൾ അധികം അവരിട്ടാണ്. പിന്നെന്താ ചെയ്യുക? രണ്ടു കൂടി ഇരുട്ടാണ്. അങ്ങോട്ട് പോയാലിട്ടാണ്, ഇങ്ങോട്ട് പോയാലിട്ടാണ്. അപ്പോൾ പിന്നെ അതിന് സൊല്യൂഷൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. അതെന്താ ചെയ്യുക? എന്നുവെച്ചാൽ ആ വിദ്യയോടൊപ്പം അവിദ്യയും കണ്ട് അറിഞ്ഞിരുന്നുണ്ടവർ അപ്രകാരം അവിദ്യയാൽ മൃത്യു കടന്ന് വിദ്യാ വഴിക്ക് നേടുന്ന അമൃതം സമൃദ്ധം എന്നാണ്. ആരാണ് വിദ്യയോടൊപ്പം അവിദ്യയും കണ്ടറിയുന്നത്? ആരാണ് രണ്ട് ദിശകളിലും അന്വേഷിക്കുന്നത്? രണ്ട് ദിശകളിൽ അന്വേഷിക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ ഈ പാരമാർത്ഥികമായ സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ശങ്കരാചാര്യാണ് ഈ ലോകത്തിൻ്റെ സത്തയെ മൂന്ന് ഭാഗമായി വിഭജിക്കുന്നത്. പാരമാർത്ഥികം, വ്യാവഹാരികം, പ്രാതിഭാസികം. ഈ പ്രാതിഭാസികം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അപരാവിദ്യയാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് പ്രാതിഭാസികം. വ്യാവഹാരികം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴുള്ള ഇൻട്രാക്ഷനാണ് വ്യാവഹാരികം. അതിന് പാരമാർത്ഥികം എന്ന് പറയുന്നത് ഈശ്വരത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഈ വിദ്യ അവിദ്യ എന്ന് പറയുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ശങ്കരാചാര്യ പ്രാതിഭാസികം, വ്യാവഹാരികം, പാരമാർത്ഥികം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമുള്ള അറിവ് എന്ന് പറയുന്നത് ഇതിലേക്ക് പോകുന്നതെന്നും ഇരു ദിശകളിലുള്ള അറിവിനെ സമന്വയിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ ആ വിദ്യയിൽ തന്നെ രമിച്ചിരിക്കും. ആ വിദ്യയോടൊപ്പം അവിദ്യയും കണ്ട് അറിഞ്ഞിരുന്നുണ്ടാകും. അപ്രകാരം അവിദ്യയാൽ മൃത്യു കടന്ന് അവിദ്യയിൽ അറിയുന്നതോട് മൃത്യു കടക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ശാസ്ത്രം പഠിച്ചത്. നമ്മൾ മൃത്യു കടക്കുകയാണ്, മരണത്തിന് നമ്മൾ നീട്ടിവെക്കുകയാണ്. മരണം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു ശാസ്ത്രം. അവിദ്യയാൽ മൃത്യു കടക്കാനായിട്ട് സാധിക്കും. വിദ്യ വഴിക്ക് നേടുന്ന അമൃതം സമൃദ്ധം. പക്ഷേ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ അമൃതം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ അമൃതം എന്ന് പറയുന്നത് മരണമില്ലായ്മയല്ല. വൃത്തി കടക്കുവാൻ വിദ്യയാണ്, പക്ഷേ അമൃതം മരണമില്ലായ്മ. അമൃതം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഉത്തമമായ ഏറ്റവും ഉയർന്ന അറിവുകൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ലഭിക്കുന്ന പിന്നെ ഡിറ്റാച്ച്മെൻ്റ്, മോക്ഷത്തിൻ്റെ അനുഭവത്തിനാണ് അമൃതം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യ വഴി അമൃതവും അവിദ്യ കൊണ്ട് വൃത്തിയെ കടക്കാൻ സാധിക്കുന്നത്
ഈശ്വരവാസി. അപ്പം ആ രീതിയിൽ നമ്മൾ ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ് ഈ ശ്വേതകേതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഉദാരമാക്കി കൊടുക്കുന്നത്. ഇത്രയും ഉയർന്ന ഒരു സങ്കല്പം അതൊരു കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ ഉപനിഷത്തുകളുടെ ഏറ്റവും മനോഹരമായ മറ്റൊരു ഉപനിഷത്ത് കഠോപനിഷത്ത്. അത് സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്തായിരുന്നു. അതെല്ലാവരും കാണാതിരിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഠോപനിഷത്തിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടിയാണ് നമുക്കെല്ലാവരും വാചസ്പതി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വലിയ യാഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നചികേതസ് ഇവിടെ ദാനം ചെയ്ത പശുക്കളെല്ലാം വളരെ എല്ലുപോലുമായ പശുക്കളൊക്കെ ദാനം ചെയ്തപ്പോൾ നചികേതസിന് അത് ഇഷ്ടപ്പെടാൻ പ്രശ്നമായിട്ടല്ല, ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയതാണ് അത്രയേ ഉള്ളൂ. ഈ അച്ഛന് തന്നെ ഇതൊരു ശ്രേയസിന് പകരം ഇത് ദോഷമായിട്ട് പോയിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഈ കുട്ടി പോയിട്ട് അച്ഛനോട് പറയുകയാണ്, എന്നെ അന്ന് ആർക്കാണ് ദാനം ചെയ്തത്. അപ്പോൾ ആദ്യം വാചസ്പതൊന്നും പറഞ്ഞില്ല, ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുകയാണ്, എന്നെ അങ്ങനെ ആർക്കാണ് ദാനം ചെയ്തത്. അപ്പോഴൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യം പിന്നെയും ചോദിച്ചു, എന്നെ അന്ന് ആർക്കാണ് ദാനം ചെയ്തത്. അപ്പോൾ ഈ വാചസ്പതം പേടി. അപ്പം വാചസ്പത് പറഞ്ഞു, നിന്നെ ഞാൻ കാലം കൊടുക്കാൻ പോകും. കാലം കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവിനെ കൊടുത്തു കഴിഞ്ഞാൽ വാദമില്ല. അപ്പം നചികേതസ് കാലിൻ്റെ അടുത്തേക്ക് പോയി. കാലം എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ നചികേതസ് മരിച്ചെന്നാണ്. കാലിൻ്റെ അടുത്തേക്ക് പോയി മരിക്കാന്നാണ്. അപ്പോൾ കുട്ടി മരിക്കുന്നു. അവിടെ പോയി കാലനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ കാലം സാധിക്കും. കാലം പോയിരിക്കുക. 3 ദിവസം കഴിഞ്ഞാൽ പോയത്. 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കാലം 3 ദിവസം ഈ നചികേതസിനെ അവിടെ പുറത്ത് പ്രതീക്ഷിച്ച് നിർത്തിയുള്ള ഒരു പ്രയാസം. അപ്പോൾ കാലം പറഞ്ഞു, 3 ദിവസം ഞാൻ അതിഥിയെ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ 3 വരം ചോദിക്കാം, അത് തരാമെന്ന് പറഞ്ഞപ്പോൾ നചികേതസ് 3 വരം ചോദിക്കും. ഇങ്ങനൊരു കഥയാണ്, കഥ വഴിയാണ് ഇതെല്ലാം പറയുന്നത്. ഇതൊരു കാര്യം രസകരമായി വളരെ വലിയ തത്വശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. പക്ഷേ അത് പറയുന്നത് ഇങ്ങനൊരു കഥയുടെ ഒരു സന്ദർഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം മൃത്യോദയോ വഹിച്ചിരുന്ന് ഇതുവരെ ഈ ഇരുവിധം ജ്ഞാനാദ്യമാകും വരാൻ സങ്കല്പത്തിലെ ശാന്തിയോട് സുമനസ്സോടും പിതാഗൗതമൻ വിദ്വേഷം വെടിയുന്നതിന് കഴിയണം. വിട്ടയച്ചെന്നു ഞാൻ എത്തുമ്പോൾ അറിയണമെന്ന് മുതികം മിണ്ടാനുമായിരണം. ഇതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പിതാവിന് എന്നോട് വിദ്വേഷമൊന്നുമില്ലാതെ സ്നേഹമായിട്ട് എന്നെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അതൊന്നും വളരെ നിസ്സാരമായ വരമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അത് കൊടുത്തു. മരണം ഈ വരം കാലം കൊടുക്കുന്നു. മരണം ഈ വരം കൊടുത്തു. അതിൻ്റെ പ്രത്യേകത എന്താണ്? നചികേതസ് മരണവിമുക്തനായിട്ട് തിരിച്ചു പോകുന്നതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ആ ഒരു വരമാണ്. രണ്ടാമത് ഇനി ലഭിക്കാൻ മൃത്യോദയോ വിനയിച്ചും ജീവിതം രണ്ടാമതാകും വരം സ്വർഗം നേടുന്നത് അഗ്നി മൂലമറിഞ്ഞിടുന്നുവല്ലോ ഭഗവാൻ. ശ്രദ്ധാപൂർവം ഇരുന്നിരുന്ന് ഇവനോട് അങ്ങ് അഗ്നിയോതിയിടുവാൻ അഭ്യർത്ഥിക്കുന്നു. അവിപ്പതെന്നും അവതും സ്വകീയ ലോകങ്ങളിൽ എന്നാണ്. അപ്പം മൃത്യോ ഞാൻ രണ്ടാമത് പറയുകയാണ്, സ്വർഗം കിട്ടാനായിട്ട് അഗ്നി വേണം. ഈ അഗ്നി എന്ന് പറയുന്നത് അന്ന് അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് അഗ്നി പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഗ്നി പൂജയുടെ രീതി പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ പുറമേയുള്ള തോന്നലെങ്കിലും. പക്ഷെ അഗ്നിക്ക് അതിനേക്കാളും വലിയ വലിയ അർത്ഥമാണ്. അഗ്നി എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു സിമ്പലാണ് അഗ്നി. അത് മാത്രമല്ല, അഗ്നിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായെന്നാണ് മുണ്ടകോപനിഷത്ത് എഴുതിയിരിക്കുന്നത്. ഉണ്ടായിക്കളിൽ ചേരും അഗ്നിയെ വിസ്ഫുലിംഗം ഉണ്ടായിരം ചിതറിടുന്നത് പോലെ സൗമ്യം. ഉണ്ടായിരുന്നു പല ജീവികൾ അക്ഷരത്താൽ ഉണ്ടായ പോലെ വിലയിക്കും, അതാണ് സത്യം എന്നാണ് മുണ്ടകത്തിൽ പറയുന്നത്. ഉണ്ടായി ജ്വലിച്ചേരും അഗ്നിയിൽ വിസ്ഫുലിംഗം ഉണ്ടായിരം ചിതറിടുന്നു. ഒരു തീ ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഇങ്ങനെ ചിതർന്ന് കാണാം. അപ്പോൾ അതുപോലെ ഉണ്ടായിരം അഗ്നിയിൽ വിസ്ഫുലിംഗം ഉണ്ടായിരം ചിതറിടുന്നത് പോലെ സൗമ്യം. ഉണ്ടായിരുന്നു പല ജീവികൾ അക്ഷരത്താൽ, അക്ഷരങ്ങളുടെ ശ്രമമാണ്, അക്ഷരമില്ലാതെ. അപ്പോൾ ഈ ലോകത്തിലെ ജീവികളെല്ലാം ഇങ്ങനെ അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗം ഉണ്ടാകുന്നത് പോലെയാണ് ഉണ്ടായിരുന്നു പല ജീവികൾ അക്ഷരത്താൽ ഉണ്ടായ പോലെ വിലയിക്കും, അതാണ് സത്യം എന്ന് ഈ അഗ്നിയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. അഗ്നി പോലെ അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗം ഉണ്ടാകുന്ന പോലെയാണ് എന്ന മുണ്ടകത്തിൽ എഴുതിയിരിക്കുന്നത്. ശ്രീനാരായണ ദർശനമാല ആദ്യ ശ്ലോകം. അത് ഞാൻ ദർശനമാല
കലാകൃതിയിൽ പ്രസിദ്ധീകരിച്ച് കൂടി പാടുള്ളൂ, ബാക്കിയെല്ലാം പ്രസിദ്ധീകരിച്ചു. ആദ്യ ശ്ലോകം അസതായി സ്ഥിതി ചെയ്താദിയിൽ ഭുവനം അസതായി സ്ഥിതി ചെയ്താദിയിൽ ഭുവനം പിന്നെ മെനഞ്ഞു സർവവും പരമേശ്വരൻ ഉൾക്കിനാവുമ്പോൾ എന്നാണ് പറയുന്നത്. ആദ്യം പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, അസത് ഇല്ലാത്തത്. സത് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ അസതായി സ്ഥിതി ചെയ്ത് ആദ്യമില്ലായിരുന്നു ഭുവനം പിന്നെ മെനഞ്ഞു സർവവും പരമേശ്വരൻ ഉൾക്കിനാവുമ്പോൾ നിജസങ്കല്പം അതൊന്നുകൊണ്ടുതാൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ സങ്കല്പം കൊണ്ട് ഒറ്റ വഴിയിലേക്ക് ഉണ്ടായതുകൊണ്ടാണ് അതിൽ പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് ഉണ്ടായതുകൊണ്ടാണ്. ആ സങ്കല്പം ഉണ്ടായത് എങ്ങനെയാണ്? ഈ അഗ്നിയിൽ നിന്ന് ഉണ്ടായത് ഒരിക്കലും അഗ്നി വിസ്ഫുലിംഗം ഉണ്ടായിരുന്നത് പോലെ അതുപോലെയാണ് വന്നത്. വീണ്ടും ശ്വേതാശ്വതരം എന്ന് പറയുന്ന പുസ്തകത്തില് ഈ അഗ്നിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അഗ്നിക്ക് വേണ്ടി അരളിത്തനിയായ ശരീരം മാറ്റിയിടണം, പ്രണവസത്തെ അതിനുമേലെ ജ്ഞാനത്തിനാൽ അവ വിലക്കണം, അപ്പോൾ അഗ്നി ദേഹത്തിലുള്ളത് തെളിഞ്ഞിടും ഈശഭാവം എന്നാണ് പറയുന്നത്. അരണി അന്നത്തെ ഈ പഴയകാലത്തെ ഈ കാടുകളൊക്കെ കഴിയുമ്പോൾ കരണി വളരെ പ്രധാനമായിരുന്നു. അരണി കളഞ്ഞിട്ടാണ് തീ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരണിത്തടി അതുപോലെ പറയുകയാണ്, അഗ്നിക്ക് വേണ്ടി അരണിത്തടിയായ ശരീരം മാറ്റിയിടണം. മനുഷ്യന്റെ ശരീരത്തിന് അരണിത്തടിയായി മാറ്റി. എന്നിട്ടോ പ്രണവസത്ത അതിന് മേലെ, അതിന്റെ മുകളിൽ അരണിത്തടി ഒരു തടിയോട് മാത്രം അഗ്നിയിടാൻ പറ്റില്ല. അതിന്റെ മുകളിൽ പ്രണവസത്ത വയ്ക്കണം, പ്രണവം ഓംകാരം. എന്നിട്ട് ഇതൊക്കെ വയ്ക്കണം, ഒരയ്ക്കാൻ കഴിയ ജ്ഞാനത്തിനാലാ വഴി വയ്ക്കണം. അപ്പൊ സ്വന്തം ശരീരം അരണിത്തടിയാവണം, ഓംകാരം അത് പ്രണവസത്ത അത് അതിന്റെ അരണിയുടെ മറ്റേ ഒരയ്ക്കുന്ന മറ്റേ സ്ഥാപനം. അത് കഴിഞ്ഞിട്ട് ജ്ഞാനോട് യോഗം ഒഴിച്ചാൽ എന്താണെന്നില്ല, ജ്ഞാനത്തിനാലാ വഴി വയ്ക്കണം. അപ്പോൾ അഗ്നി ദേഹത്തിലുള്ളത് തെളിഞ്ഞിട്ട് ഈശഭാവം. അപ്പൊ ഈ സ്വന്തം ദേഹത്തിൽ ഈശ്വരനുണ്ട്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഈശ്വരന്റെ ഭാവം സ്വന്തം മനസ്സിൽ നിന്ന്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ നിന്ന് തെളിവ് പുറത്തു വരാൻ അത് അഗ്നി പോലെയാണ് വരുന്നത്. അത് അഗ്നി പോലെ പറഞ്ഞ് ഉപയോഗിക്കണം. അതിന് തന്നെ സ്വന്തം ശരീരത്തിനെ ഇതുപോലെ പ്രണവസത്ത വെച്ചുകൊണ്ട് ധ്യാനം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെ ഈശ്വരൻ പുറത്തു വരുന്നതാണ് ഈ ശ്വേതാശ്വരത്തിൽ പറയുന്നത്. അപ്പൊ അവിടെയെല്ലാം അഗ്നി, അവിടെ ഈശ്വരന്റെ ഭാവമാണ് അഗ്നി, അവിടെ അഗ്നി ഈശ്വരനാണ്. അപ്പൊ അഗ്നി ഈ ഉപകരണത്തിൽ പല ഇതുപോലെ പല സിമ്പിളായിട്ട് വരും. അഗ്നി ജ്ഞാനമായിട്ട് വരും, അഗ്നി ഈ പ്രപഞ്ചത്തിന്റെ സത്തയായിട്ട് വരും, അഗ്നി പിന്നെ ഈശ്വരനായിട്ട് പ്രത്യക്ഷപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള അഗ്നിയാണ് ചോദിക്കുന്നത്. സ്വർഗം നേടുന്നത് അഗ്നി മൂലം. അതാണ് രണ്ടാമത് ചോദിക്കുന്നത്. ഈ അഗ്നി തന്നെ എന്നാണ് പറയുന്നത് രണ്ടാമത്. പിന്നെ മൂന്നാമത് ചോദിക്കുന്നതാണ് ഏറ്റവും വിചിത്രമായ ചോദ്യം. അതൊരു കൊച്ചു കുട്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നത്. ഇന്ന് വരെ പ്രപഞ്ചത്തിൽ നമ്മുടെ പ്രതിശാസ്ത്രങ്ങളൊന്നും അങ്ങനെ ചോദ്യം ആരും ചോദിച്ചില്ല. അനിയസ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം, മൃത്യോദേവ വഴിച്ചിലും തിരിച്ചും മൂന്നാമതാകും വരെ മത്യൻ മൃത്യുവിൽ ആണ്ടുപോകിലുമുണ്ടെന്നോ തിരുന്നില്ല, എന്നാൽ ഇല്ലവൻ എന്നുകൊണ്ടില്ല. അങ്ങ് ഈ സംശയത്തിൻ പൊരുൾ നന്നായോടെ അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ നമിക്കുന്നു ഞാൻ. മൃത്യോദേവ വഴിച്ചിലും തിരിച്ചും മൂന്നാമതാകും വരെ മത്യൻ മൃത്യുവിൽ ആണ്ടുപോകിലുണ്ടെന്നോ തിരുന്നില്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലേമുണ്ട് എന്ന് ചിലർ ഓർക്കുന്നു, എന്നാൽ ഇല്ലവൻ എന്നുകൊണ്ടില്ല. മറ്റു ചിലർ ഓർക്കുന്നു, അല്ല മരിച്ചു കഴിഞ്ഞാൽ കണ്ടുവന്നു ഇനിയൊന്നുമില്ല എല്ലാം അവസാനിച്ചു എന്നും മറ്റു ചിലർ ഓർക്കുന്നു. അങ്ങ് ഈ സംശയത്തിൻ പൊരുൾ നന്നായോടെ അനുഗ്രഹിക്കണം, അതിന് അങ്ങനെ നമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അവർക്ക് ഉണ്ടോ ഇല്ലേ എന്നോ ഉത്തരവാദ കാരണമെന്നാണ്. പിന്നെ ഈ കടോപനിഷത്ത് മുഴുവൻ ബാക്കി അറിയാം, ബാക്കി കടോപനിഷത്ത് മുഴുവൻ ഈ ഉത്തരം പറയുകയാണ്, ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ആദ്യം പറഞ്ഞ ഈ പറയാൻ പറയുകയാണല്ലോ, ഇത് മൃത്യുവിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു പറയുകയൊക്കെ മരണം തട്ടിയെങ്കിലും ഈ നരിയേഴ്സ് വളരെ അത് നിർബന്ധിച്ചോട് അവസാനം ഇതിന് ഉത്തരം പറയുകയാണ്. ഇതിന് ഉത്തരം പറയുന്നതായിട്ടാണ് ബാക്കി കടോപനിഷത്ത് മുഴുവൻ. എന്താണ് ഉത്തരം? ആ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതിനാണ് നമ്മൾ കടോപനിഷത്ത് ഉത്തരം പറയുന്നത്. മരണം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നത്. ഹരിച്ചെന്നോർപ്പു ഹന്താവ് കഥനായും അവരൻ അറിവിയില്ല ഒരാത്മാവ് കഥനല്ല ഹരിക്കില്ല. ഹരിച്ചെന്നോർപ്പു ഹന്താവ്, ഒരാൾ മറ്റൊരാളെ കൊല്ലാനായിട്ട്
ഈ കൊലപാതകി ഉറന്ന് ഹനിച്ചു ഞാനല്ല കൊന്നു ഹനിച്ചെന്ന് നോക്കൂ ഹന്താവ് കഥനായെന്ന് അവരെന്ന് മരിച്ചവരെയായി ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അറിവില്ല ഒരാത്മാവ് കഥനല്ല ഹനിക്കില്ല. അവർ രണ്ടുപേർക്ക് അറിയില്ല. കാരണം ആത്മാവ് കഥനാവുന്നില്ല ഹനിക്കുന്നുമില്ല എന്നാണ് ഇതിലെ കണ്ടുപിടുത്തം. അത് മാത്രമല്ല അതിൻ്റെ കാരണങ്ങളും ഒക്കെയാണ് പിന്നെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് നിത്യമായിട്ട് പ്രപഞ്ചത്തിലുള്ളത്, ഇതിൻ്റെ അടിസ്ഥാനപരമായ സത്ത എന്താണ് എന്നുള്ള പ്രപഞ്ചത്തിൻ്റെ സത്താശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. അണോരണീയൻ മഹതോ മഹീയൻ ആത്മാസ എന്തോ നിഹിതോ ദുഹായ അമർപ്പതു പശരി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മന എന്നൊരു ശ്ലോകമുണ്ട്. സൂക്ഷ്മാണുവിൽ പരമസൂക്ഷ്മതായി മഹത്താൻ എല്ലാത്തിലും മഹിതമായി ഹൃദയത്തിലാത്മൻ വാഴുന്നതും തലശാന്തൻ അശോകനാവും ധാതുപ്രസാദം മുഴുവൻ മഹിമാവ് കാണുവാൻ എന്നാണ് പറയാവുന്നത്. സൂക്ഷ്മാണുവിൽ പരമസൂക്ഷ്മതായി സൂക്ഷ്മാണുവിനേക്കാളും പരമസൂക്ഷ്മമായ മഹത്താം എല്ലാത്തിലും മഹിതമായി നമുക്ക് ഏറ്റവും മഹത്തായത് ഏറ്റവും വലുതായത് ചിന്തിക്കുമ്പോൾ അതിനേക്കാളും വലുതായി സൂക്ഷ്മാണുവിനേക്കാൾ ചെറുതായി ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് ഹൃദയത്തിൽ ആത്മൻ എന്ന് അതിൽ പറയുന്നത്. ആത്മാവിനെ കുറിച്ച് ഇത് ആത്മാവിനെ കുറിച്ച് വളരെ എന്താണ് എന്ന് പറയാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആത്മാവ്. അതുകൊണ്ടാണ് നേരിനൊക്കെ ഉപനിഷത്തിൽ എഴുതി വയ്ക്കാറ്. അതിന് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ആത്മാവ് ഒബ്ജക്റ്റ് അല്ല, ഒരു വസ്തുവല്ല. ഒരു വസ്തുവാണ് എന്താണെന്ന് നമുക്ക് പറയാം. ഈ വസ്തു ബോക്സ് അതിൻ്റെ ഗ്രഹമാണ് എങ്ങനെയാണ്, കാരണം അത് വസ്തുവായതുകൊണ്ട് ഞാനാവ് ഞാനാണ്, അറിയുന്നവൻ ഞാനായതുകൊണ്ട് എനിക്ക് ഈ അറിയപ്പെടുന്ന രണ്ട് വസ്തുവിനെ നമുക്ക് വിവരിക്കാൻ കഴിയും. പക്ഷേ ആത്മാവില് അതൊരു ഒബ്ജക്റ്റ് അല്ല, ഒരു വസ്തുവല്ല, അത് അറിയുന്നവൻ തന്നെയാണ്. അപ്പൊ അറിയുന്നവനും അറിയപ്പെടുന്നവനും ഒന്ന് തന്നെയാവുന്ന പ്രതിഭാസമാണ് ആത്മാവ് എന്ന് പറയുന്ന ചോദ്യം. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ലാത്തതുകൊണ്ട് ഒബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് വളരെ പല പല വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിലുള്ള വിവരണമാണ് ഉപനിഷത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും കൊടുക്കുന്നത്. മാണ്ഡൂക്യം എന്ന് പറയുന്ന ചെറിയ ഉപനിഷത്ത് 12 മന്ത്രങ്ങളെ പറയും. മാണ്ഡൂക്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉപനിഷത്തും മുഴുവൻ അതിനെയാണ് പറയുന്നത്. മാണ്ഡൂക്യകാരിയായി പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഭാഷ്യം അത് എഴുതിയത് ശങ്കരാചാര്യരുടെ ഗുരുവിൻ്റെ ഗുരുവാണ്. മാണ്ഡൂക്യം എന്ന് പറയുന്ന ഉപനിഷത്തില് ആത്മാവിനെ കുറിച്ച് പറയുന്നത് ബ്രഹ്മമാണിത് സർവം, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു, ആത്മാവാണ് പാദങ്ങൾ 4 പേർക്കുള്ളതാകുന്നു എന്ന് പറയുകയാണ്. ആത്മാവ് എന്താണെന്നുള്ള വിഷയമാണ്. ബ്രഹ്മമാണിത് സർവം, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു, ഈ ആത്മാവ് എന്ന ബ്രഹ്മമാണ്. അതില് ആത്മാവിനെ കുറിച്ച് പറയുന്നത് പ്രജ്ഞ നല്ലവൻ അന്തര, പ്രജ്ഞനല്ല പുറത്തുമേ. പ്രജ്ഞ 2 തലത്തിൽ ഉൾക്കൊണ്ടവൻ നല്ലവൻ, പ്രജ്ഞാനല്ലവൻ, പ്രജ്ഞനല്ല അപ്രജ്ഞനല്ല, അദൃശ്യൻ അവ്യവകാര്യൻ, അഗ്രാഹ്യനായിട്ടുള്ളവൻ, അചിന്ത്യൻ വീതരക്ഷണൻ, നിർണയത്തിനതീതൻ, ഏകാത്മബോധ സമയം, പ്രപഞ്ചത്തിന്റെ ശാന്തിയും, നിർമ്മമം ശിവം അദ്വൈതം, 4ാം പാദമായ ഈശ്വരൻ ആത്മാവാണ്, സത്യമായി അറിയേണ്ടവനെയാണ്. അപ്പോൾ പ്രജ്ഞനല്ല അന്തര, പ്രജ്ഞനല്ല പുറത്തുമേ, പ്രജ്ഞ 2 തലത്തിൽ ഉൾക്കൊണ്ടവനും നല്ലവൻ. ഈ രീതിയിലുള്ള പറഞ്ഞാണ് ആത്മാവ്. ഇതിനെപ്പോലെ വളരെ വിശദമായിട്ട് നമുക്ക് അതിന് ഉള്ളിലേക്ക് പറയാൻ പറ്റും. പ്രജ്ഞനല്ല അന്തര എന്ന് പറയുന്നത് അത്രയും ഭാഗം മാതൃക നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ഈ ആത്മാവിനെ വളരെ പറഞ്ഞിരുന്നത് ഈ ഉപനിഷത്തിലെ എപ്പോഴും അതിന് ഉപനിഷത്തിനെ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഉപനിഷത്തിന്റെ അടുത്ത് ഇരിക്കുന്ന എന്നൊരർത്ഥമാണ് പറഞ്ഞിരുന്നത്. ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കുക, അതാണ് ഉപനിഷത്തിലെ. പക്ഷേ രഹസ്യം ഒരു അർത്ഥം കൂടി ഇതിന് പറയാറുണ്ട്. രഹസ്യം എന്താണ് ഈ രഹസ്യം ഉണ്ടായിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. രഹസ്യം എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾ അന്വേഷിച്ച് നടന്ന ഈ അന്വേഷിച്ച് ലോകത്തെ ആളുകൾ മുഴുവൻ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന ആ വസ്തു അത് കുടികൊള്ളുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് എന്ന് പറയുന്നതാണ് ഈ രഹസ്യം. അത് വലിയൊരു രഹസ്യമാണ്. എല്ലാ ആളുകൾക്കും അന്വേഷണം നടക്കുകയാണ്. നൂറ്റാണ്ടുകളായി അന്വേഷിക്കണമെന്നതാണ്. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ അന്വേഷിക്കണമെന്ന കാര്യമില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് അന്വേഷിച്ച് നടക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിയാൽ മതി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിനാണ് ഉപനിഷത്തിലെ രഹസ്യം എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്ത് മഹാവാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഐതരേയം പിന്നെ ഐതരേയം അതുപോലെ തന്നെയാണ്. ഐതരേയം അല്ലെങ്കിൽ ബൃഹദാരണ്യം, ശാന്തോക്യം, മാണ്ഡൂക്യം, ഈ 4 ഉപനിഷത്തിലെല്ലാം മഹാവാക്യങ്ങളുള്ളത്.
അതിൽ പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനമാണ് ബ്രഹ്മ എന്ന് പറയും. പ്രജ്ഞാന ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ്. നമ്മളെ ത്രികുടിയുടെ കാര്യം പറഞ്ഞു. അത് ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. ഇത് മൂന്നും ശരി പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇത് മൂന്നും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. മൂന്നാക്കുന്നത് നമ്മളാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു കുഴപ്പമുണ്ടാണ്. കുഴപ്പമൊന്നുമല്ല, കഴിവില്ലായ്മ. നമ്മുടെ മനുഷ്യൻ്റെ ലിമിറ്റഡ്നെസ്, മനുഷ്യൻ്റെ തലച്ചോറുകളുടെ പരിമിതമാണ്. മനുഷ്യ തലച്ചോറ് ലോകത്തെ ഏറ്റവും സങ്കീർണമായ വസ്തുവാണ്. 3 കോടിയുള്ളെങ്കിലും ലോകത്തെ ഏറ്റവും സങ്കീർണമായ വസ്തു മനുഷ്യൻ്റെ തലച്ചോറാണ്. ആ തലച്ചോറ് ഈ പ്രപഞ്ചവുമായി നോക്കുമ്പോൾ വളരെ പരിമിതമാണ്, ലിമിറ്റാണ്. ആ ലിമിറ്റായതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഈ 3 വസ്തുക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മൾ മാറ്റി വരും. ആദ്യം എങ്കിലും അത് നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് ഇന്ദ്രിയങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. അതിനാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് പ്രജ്ഞാനം പറയുമ്പോൾ പ്രജ്ഞാനത്തോട് മാറ്റങ്ങൾ യോജിക്കുന്നു. ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും എല്ലാം യോജിക്കുന്നതാണ് പ്രജ്ഞാനം. അത് ബ്രഹ്മമാണ്. അതാണ് അടിസ്ഥാനം, അതാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാണ് പ്രജ്ഞാനം ബ്രഹ്മം. അതിലെ ബൃഹദാരണ്യം പറയും അഹം ബ്രഹ്മാസ്മി. ആ ബൃഹദാരണ്യം പറയും ഇനി ശരി, അപ്പം ഈ അടിസ്ഥാനപരമായ ബ്രഹ്മ എന്ന് പറയുന്ന അടിസ്ഥാന തത്വം വേറൊരു നിലത്തിൽ ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല യഥാർത്ഥമായി. ഇനി പ്രപഞ്ചം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയാണ് എന്നാണ്. ബ്രഹ്മത്തിൽ നിന്ന് മായ ഉണ്ടാവുന്നു. മായ എന്ന് പറയുന്നത് ദ്വൈതഭാവത്തിലുള്ളതാണ്. മായയ്ക്ക് 2 ഭാവങ്ങളുണ്ട് എപ്പോഴും. മായ ബ്രഹ്മത്തിൽ നിന്നാണ് മായ ഉണ്ടായിരിക്കുന്നത്. സങ്കല്പം കൊണ്ടാണ് മായ ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മം സങ്കല്പം കൊണ്ട് മായ ഉണ്ടാക്കുന്നു. മായയ്ക്ക് ദ്വൈതഭാവമാണ്. ദ്വൈതഭാവം എന്ന് പറയുന്നത് ശ്രീനാരായണ മായയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് മായ ഇല്ലാതാകുന്നതാണ്. അത് മായ എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സംഗതിയില്ല, മായയില്ല. പക്ഷേ അത് മായ ഇല്ലതാ. അതുതാൻ വിദ്യ അവിദ്യയിൽ പര അവര പ്രകൃതി തമപ്രധാനവുമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മായ എന്ന് പറയുന്ന സംഗതി 7 തരമാണ്. അതായത് അവിദ്യ, വിദ്യ, അവിദ്യ, 2 മായയാണ്. അതുകൊണ്ടാണ് വിദ്യ മാത്രം കണ്ടുപിടിച്ചാൽ ഇതിൽ പോകുന്നത്. വിദ്യ മാത്രം അന്വേഷിക്കുന്നത് ഇരിക്കുകയാണ്, അവിദ്യ മാത്രം അന്വേഷിക്കുന്നത് ഇരിക്കുകയാണ് പറയാൻ കാരണം. കാരണം വിദ്യയും അവിദ്യയും മായയാണ്. അതും ദ്വൈത ഭാവമുള്ള മായയുടെ 2 ഭാവങ്ങളാണ് വിദ്യയും അവിദ്യയും. പര അതുപോലെ അവര 2 മായയാണ്. പരയും അവരെയും മായയാണ്. അപ്പോൾ വിദ്യ അവിദ്യ പര അവര. പിന്നെ പ്രകൃതി എന്ന് പറയുന്നതെല്ലാം മായയാണ്. സാങ്ക്യ ഫിലോസഫി പ്രകൃതി പുരുഷൻ അതാണ് അടിസ്ഥാനമായിട്ടുള്ള സത്യമായിട്ട് 2ആയിട്ടാണ്. സാങ്ക്യം എന്ന് പറയുന്നത് ദ്വൈത ചിന്തയാണ്, അദ്വൈതമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പ്രപഞ്ചത്തിൽ 2 റിയാലിറ്റിയുണ്ട്. ഇതിൽ പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ അദ്വൈതത്തിലെ അത് ബ്രഹ്മത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, വ്യാകൃതമായ ബ്രഹ്മത്തിൻ്റെ ഭാവമാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന അദ്വൈതം പറയുമ്പോൾ സാങ്ക്യ തത്വശാസ്ത്രത്തിൽ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള അടിസ്ഥാന സത്തകളായിട്ട് കാണുന്നു. പ്രകൃതി തമപ്രധാനവുമായിട്ട് തമസ് പ്രധാനം, ഇതെല്ലാം മായ. അപ്പം മായ എന്ന് പറയുന്ന ഈ ശക്തി അത് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇതിലെ ഈ പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ സത്ത എന്താ? ഈ മരണം അതാണ് നമ്മുടെ നചികേതസ് ചോദിക്കുന്നത്. ഈ മരണം ഉണ്ടോ? മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഈ ആത്മാവിനെ, മനുഷ്യൻ്റെ അടിസ്ഥാന സത്തയെ, ആത്മാവിനെ വിശദീകരിക്കുകയാണ് ഈ കടവുന്നത്. അതിൽ വളരെ നല്ലൊരു ഉപമയുണ്ട്. നമ്മുടെ മനുഷ്യനെക്കുറിച്ചുള്ള ഉപമ. ദേഹത്തിൽ രഥവുമായിട്ട് ഉപമയുണ്ട്. ദേഹമോക്കെ രഥം പോലെ, ആത്മാവ് അരജൻ പോലെയും തേരാളി ബുദ്ധിയാം മനം കഴിഞ്ഞാണെന്ന് പറയുക. ഇത് ഭഗവത്ഗീതയിൽ ഇത് കോട്ട് ചെയ്യുന്നു. ഭഗവത്ഗീത പിന്നെ ഉണ്ടായ ഉപനിഷത്തിന് ശേഷം വന്ന അതിൽ ഇതേ ഉപമ കാണിക്കുന്നു. ദേഹമോക്കെ രഥം പോലെ, ആത്മാവ് അരജൻ പോലെയും തേരാളി ബുദ്ധിയാം മനം കഴിഞ്ഞാണെന്ന് പറയും. ഇന്ദ്രിയങ്ങളാണ് അശ്വങ്ങൾ, വിഷയങ്ങൾ മാർഗങ്ങളാണ്. മനീഷി മനം ഇന്ദ്രിയം ആത്മാവും ചേർന്ന ഭോക്താവാം എന്നാണ് കടവുന്നത്. പിന്നെ അത് ഇന്ദ്രിയങ്ങൾ ഒരു മനുഷ്യനെന്ന് പറയുന്നത് മനസ്സും ഇന്ദ്രിയവും ആത്മാവും ചേർന്ന ഈ ഭോക്താവാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ദൃശ്യങ്ങൾ അത് നേരത്തെ പറഞ്ഞില്ലേ, ആർത്തി കൊടുത്തു ഞാൻ ഒന്ന് പാഴ്മകൾ ചാർത്ത് വിളമ്പും സുഖദുഃഖസന്ധ്യ. അപ്പം മനസ്സും ഇന്ദ്രിയവും ആത്മാവും ചേർന്ന മനുഷ്യൻ ഭോക്താവാണ്. ആർത്തി പിടിച്ച് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ പ്രപഞ്ചം കാണിക്കുന്ന മായ കൊണ്ട് ഉണ്ടാക്കിയ പ്രപഞ്ചം കാണിക്കുന്ന വിഷയങ്ങൾ ആദ്യം വെച്ച് ഉണ്ണുന്ന ഒരു ഭോക്താവാണ് മനുഷ്യൻ എന്ന് കടവുന്നത്. അപ്പോൾ മനേന്ദ്രിയം ആത്മാവും ചേർന്ന ഭോക്താവാണ്. അപ്പോൾ ഇന്ദ്രിയോത്കൃഷ്ടം വിഷയം, വിഷയോത്കൃഷ്ടം മാനസം, മാനസോത്കൃഷ്ടം ബുദ്ധി, ബുദ്ധിയിൽ ശ്രേഷ്ഠം ആത്മാവും, മഹത്താം അതേക്കാൾ ശ്രേഷ്ഠം അവ്യക്തം, അതിലും ശ്രേഷ്ഠം പുരുഷൻ, വേറിൽ ഉത്കൃഷ്ടം മറ്റൊന്നുമാണ് ഉത്തമം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് വിഷയം. വിഷയത്തിനേക്കാൾ വിഷയം എന്ന് പറയുന്ന ഓബ്ജക്റ്റാണ്. ഇന്ദ്രിയം ഇത് നമ്മുടെ ഇന്ദ്രിയം. ഇന്ദ്രിയം തന്നെ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും ഒക്കെ ഉണ്ട്. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പിന്നെ അന്ധകരണങ്ങളും എല്ലാം വേണമെങ്കിൽ ഇന്ദ്രിയത്തിൻ്റെ ഭാഗമായിട്ട് കൂടാം. അന്ധകരണം എന്ന് പറയുന്നത് മനസ്സേ ഇംഗ്ലീഷ് മൈൻഡ് എന്ന് പറഞ്ഞ ഒറ്റവാക്കേ ഉള്ളൂ. പക്ഷേ ഉപദേശത്തില് വേദാന്തത്തില് മനസ്സെന്ന് മാത്രം അത് മാത്രമല്ല, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതെല്ലാം നമ്മുടെ അന്ധകരണമാണ്. അന്ധകരണങ്ങൾ 4 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം അതെല്ലാം ചേരുമ്പോഴേ നമ്മുടെ ഈ മനസ്സ്, മൈൻഡ് എന്ന് നമ്മൾ പൊതുവെ വ്യവഹരിക്കുന്ന സംഗതി ഉണ്ടാകുന്നത്. അപ്പം ഈ മനേന്ദ്രിയം ആത്മാവും ചേർന്ന ഭോക്താവാണ്. ഇന്ദ്രിയോത്കൃഷ്ടം വിഷയം, ഓബ്ജക്റ്റ് ഇന്ദ്രിയത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ്. ഇന്ദ്രിയോത്കൃഷ്ടം വിഷയം, വിഷയോത്കൃഷ്ടം മനസ്സ്, ആ ഓബ്ജക്റ്റിനേക്കാൾ ഉത്കൃഷ്ടമാണ് മനസ്സ്. വിഷയോത്കൃഷ്ടം മനസ്സ്, മാനസോത്കൃഷ്ടമാണ് ബുദ്ധി, ബുദ്ധിയിൽ ശ്രേഷ്ഠം ആത്മാവ്. മനസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ് ബുദ്ധി, ബുദ്ധിയിൽ ശ്രേഷ്ഠമാണ് ആത്മാവ്. ബുദ്ധിയിൽ ശ്രേഷ്ഠം ആത്മാവ്. മഹത്താം അതേക്കാൾ ശ്രേഷ്ഠം അവ്യക്തം, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവ്യക്തം. അവ്യക്തം എന്ന് പറയുന്നത് അവ്യാകൃതമായ പ്രകൃതി എന്നാണ്. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആദ്യം ഈശ്വരൻ സമഷ്ടിയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ തലത്തിൽ നാം നോക്കുമ്പോൾ സമഷ്ടിയുടെ ഭാവത്തിൽ വരുന്നത് ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഈശ്വരൻ. ഈശ്വരൻ കഴിഞ്ഞതിന് ഹിരണ്യഗർഭത്തിന് ശേഷം വൈശ്വാനരൻ. ഈ വൈശ്വാനരനാണ് ഈ പ്രപഞ്ചത്തിന്റെ സോൾ, പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത് വൈശ്വാനരൻ. ആ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലുള്ള അതിന്റെ വേൾഡ് സോൾ, പ്രപഞ്ചത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ചെറിയ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് അതെന്താണ്, അതിന്റെ പേരാണ് ഈ ഹിരണ്യഗർഭൻ. അതിന് സുവർണ ഗർഭം, സ്വർണ്ണമാണ്, സുവർണ ഗർഭം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ സമഷ്ടി ഭാവത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ ആ ഒരു വരവാണ് ഈശ്വരനിൽ നിന്ന് ഹിരണ്യഗർഭൻ, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഹിരണ്യഗർഭൻ, ഹിരണ്യഗർഭനിൽ നിന്ന് പിന്നെ വൈശ്വാനരൻ. അങ്ങനെ പ്രപഞ്ചം എടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ വരവ് ഇങ്ങനെ വരുമ്പോൾ ഈ അവ്യക്തം എന്ന് പറയുന്നത് അതിന്റെ വൈശ്വാനരനായിരിക്കുന്ന സ്റ്റേജാണ്. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ വേറെ വാക്കാണ് അവ്യക്തം. അപ്പോൾ മഹത്താം അതേക്കാൾ ശ്രേഷ്ഠം അവ്യക്തം, അതിലും ശ്രേഷ്ഠം പുരുഷൻ. ഈ വൈശ്വാനരൻ പ്രപഞ്ചഭാവമാണ്, അതിലും ശ്രേഷ്ഠം പുരുഷൻ. പുരുഷൻ എന്ന് പറയുന്നത് ആത്മാവാണ്, പരമാത്മാവാണ്. അതിലും ശ്രേഷ്ഠം പുരുഷൻ. വേറെ ഉത്കൃഷ്ടം മറ്റൊന്നും അത് അത്യുത്തമം, മറ്റൊന്നും അത് അത്യുന്നതമാണ്, ഏറ്റവും ഉന്നതമായ പുരുഷനാണ് എന്ന രീതിയിൽ നമ്മൾ ഈ കാണുന്ന ഈ റിയാലിറ്റിയുടെ ഒരു റിലേഷൻ ഏതാണ് ആത്മാവ് ഏറ്റവും മുകളിലിരിക്കുന്നത്, ആ ശക്തിയിൽ നിന്ന് സങ്കല്പത്തിലൂടെ എങ്ങനെയാണ് ബാക്കിയെല്ലാം ഉണ്ടായി വന്നത് എന്നൊക്കെ ഈ നചികേതസിന് കാലം പറഞ്ഞുകൊടുക്കുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഞാൻ സമയം ആയതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞില്ല. മൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പോകേണ്ടതുണ്ട്. അത് പറയാതിലേക്ക് ഞാൻ പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സത്താശാസ്ത്രം അല്ലെങ്കിൽ ഈ ജ്ഞാനശാസ്ത്രം അല്ലെങ്കിൽ പിന്നെ മൂല്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആക്സിയോളജി, ഈ സത്താശാസ്ത്രവും ഈ ജ്ഞാനശാസ്ത്രവും ഏത് തരം മൂല്യശാസ്ത്രത്തിലേക്കാണ് നയിക്കുന്നത്? എന്താണ് ഇതിൽ നിൽക്കുന്ന മൂല്യം? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യന് മൂല്യമാണ് കിട്ടുക, അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകാനായിട്ട് സാധിക്കും. മൂല്യശാസ്ത്രത്തിലെ വലിയൊരു പ്രശ്നം അതാണ്. നമ്മൾ ഈ അടിസ്ഥാന ശാസ്ത്രം ഇല്ലെങ്കിൽ മൂല്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും. ഈ മൂല്യം ഒരാൾ സത്യം, ജ്ഞാനം, ആനന്ദം, ഇത് മൂന്നുമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സച്ചിദാനന്ദം എന്ന് പറയുമല്ലോ. ദൈവശേഖരത്തില് നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും എന്നെഴുതിയിട്ടുണ്ട്. ഭൂതവും ഭാവിയും വേറെ ലോകവും വഴിയും ഓർമ്മ എന്നെഴുതിയിട്ടുണ്ട്. സത്യവും ജ്ഞാനവും ആനന്ദവുമാണ് ഈശ്വരൻ. അതാണ്. അപ്പം ഈ
ഈ സത്താശാസ്ത്രവും ജ്ഞാനശാസ്ത്രവും തരുന്ന ഈ കാഴ്ചപ്പാടിൽ നിന്ന് എന്ത് മൂല്യശാസ്ത്രത്തിലേക്കാണ് നയിക്കുന്നത്? അതല്ലാതെ നമ്മൾ ഈ ശാസ്ത്രങ്ങളില്ലാതെ, ഈ അറിവില്ലാതെ മൂല്യശാസ്ത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ വൈഷ്ണവ ഒരു ധർമ്മം നല്ലതാണ്. എന്തിനാണ് ഒരാൾ ധാർമ്മികനാവുന്നത്, ധർമ്മത്തിനെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ വലിയ മറുപടിയൊന്നുമില്ല. ധർമ്മത്തിനെ അന്വേഷിച്ചില്ലെങ്കിലും ഈ ലോകത്തിൽ പലപ്പോഴും വളരെ ശ്രേയസ്സും അല്ലെങ്കിൽ ഈ ഭൗതികമായ പല നേട്ടങ്ങളും കിട്ടുന്നത് നമുക്കറിയാം. പലപ്പോഴും അങ്ങനെയുള്ളവരും കിട്ടുന്നത് ധർമ്മത്തെ അന്വേഷിക്കാത്തവരാണ് ഭൗതികമായ പലതരെ ഉയർച്ചയൊക്കെ വരുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ചോദ്യം വരും. നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടാണ്, അപ്പം നിങ്ങളുടെ മൂല്യം, വീടിൻ്റെ മൂല്യങ്ങൾ വേണം. വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ കുട്ടികളുടെ സ്കൂളിലുള്ള പ്രശ്നമാണ്. നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൂല്യങ്ങൾ വളരെ കുറഞ്ഞു വരും. അവർക്ക് മൂല്യങ്ങളിൽ വിശ്വാസമില്ല. അവരെല്ലാം പിന്നെ അവരുടെ പഠനം, അവർ കിട്ടിയ അറിവ് എങ്ങനെ എത്രയും വേഗം എൻക്യാഷ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയാണ്. അറിവ് എന്ന് പറയുന്നത് എൻക്യാഷ് ചെയ്യാം. അതാണ് അവരുടെ ധാരണ. അതായത് സ്കൂളിൽ കോളേജിൽ പോയി എന്തെങ്കിലും അറിവ് വാങ്ങി അവരുടെ ബാഗിൽ കൊണ്ടുപോയി ചെക്ക് കൊടുക്കുന്ന മാതിരി അത് കൊണ്ടുപോയി കൊടുത്ത് പിറ്റേ കാശാക്കി അതുകൊണ്ട് പിന്നെ സുഖത്തിനെ ഒക്കെ കുറേ കാണാം എന്നുള്ളൊരു ചിന്ത. ആ രീതിയിലാണ് കുട്ടികൾ പോകും. മൂല്യമില്ല. അത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരോട് നമ്മൾ മൂല്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിയുള്ളതുകൊണ്ട് അവർ തിരിച്ച് ചോദിച്ചു വരും. എന്തുകൊണ്ട്? ആ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു സമീപനമായതുകൊണ്ട് ഈ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി ആയിരിക്കും. ഈ സത്താശാസ്ത്രവും ജ്ഞാനശാസ്ത്രവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഈ മൂല്യശാസ്ത്രത്തിലേക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അതിൽ പറയുന്നു, അതിൽ ആദ്യമായിട്ട് എന്താണ് മൂല്യം? ആത്മാവ് നശിക്കുന്നില്ല. നശിക്കാത്തതാണ് ആത്മാവ്. മനുഷ്യൻ നശിക്കുന്നില്ല. കഥനല്ല ഹരിപ്പിയിലാണ്. കഥനോ ഹരിക്കാനോ കഴിയാത്ത ഈ നിത്യമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഈ ആത്മാവ് എന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആത്മാവ് ഈ രൂപം ധരിച്ച് ഇവിടെ വന്നിരിക്കുന്നതിലേക്ക് എന്ന് പറയുന്നത് ഈ മായ ആയിട്ട് കാണിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അതിലേക്കുള്ള ഇൻസൈറ്റ്, ഉൾക്കാഴ്ച ലഭിക്കലാണ് എന്നുമാണ് ഉപനിഷത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ ജ്ഞാനശാസ്ത്രം പഠിക്കുന്നത് അതിന് വേണ്ടിയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് അത് പരാവിദ്യയാണെങ്കിൽ അപരാവിദ്യയാണെങ്കിൽ രണ്ടും പഠിക്കണം. ഉപനിഷത്തിലെ ശാസ്ത്രത്തിന് കുഴപ്പമില്ല പഠിക്കുന്നത്. കാരണം ശാസ്ത്രം അപരാവിദ്യയാണ്. അതുകൊണ്ട് അത് പഠിക്കണം. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിലേക്ക് പോകുന്ന എഴുതിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ പരാവിദ്യയും പഠിക്കണം. രണ്ട് വിദ്യയും പഠിക്കണം നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പരാവിദ്യ അപരാവിദ്യ പഠിക്കുമ്പോഴാണ് ബാലൻസ്. മനുഷ്യൻ ബാലൻസ് കിട്ടുന്നത്. ഒരു ഭാഗം വഴി നമ്മളെങ്ങനെ ഒരു സീസോയിലായിട്ട് ഒരാൾ കയറിയിരിക്കും. അവൻ ചിത്ര താഴെ പോകും, മറ്റേ ഇങ്ങനെ പോകി. രണ്ട് സൈഡിൽ രണ്ടുപേരും ബാലൻസ് ആയിട്ട്. അതുപോലെയാണ് പരാവിദ്യ അപരാവിദ്യ. ഈ രണ്ടറിവുള്ള ആ വ്യക്തികളാണ് ബാലൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ബാലൻസ് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തകൾ. അപ്പം അങ്ങനെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ജ്ഞാനശാസ്ത്രം ഇത് അനശ്വരമാണ്. ഈ യഥാർത്ഥ സത്ത നീ തന്നെയാകുമെന്നാണ് പറയുന്നത്. യു ആർ ദാറ്റ്. അത് നീ തന്നെയാകുന്നു. ഏത് അനശ്വരമായ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി, ഈ പ്രപഞ്ചം തന്നെ നീ തന്നെയാകുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്നെക്കാൾ വലിയ ശക്തിയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സത്ത ഏറ്റവും കണ്ടുപിടിക്കാനായിട്ട് നോക്കേണ്ടത് നിന്നിലേക്കാണ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനെ പ്രപഞ്ചത്തിലെ വളരെ ഉത്കൃഷ്ടനായ ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് നോളജ് ബ്ലിസ്, സത്ത ചിത്ത ആനന്ദം എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് നോളജ് ബ്ലിസ് അല്ലെങ്കിൽ ബീയിങ് നോളജ് ബ്ലിസ്, ഇത് എത്തിപ്പെടാൻ കഴിവുള്ളവരാണ് നീ എന്നാണ് പറയുന്നത്. ഈ എക്സിസ്റ്റൻസിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള പൊട്ടൻഷ്യൽ അത് ഉള്ളത് നിനക്കാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു വസ്തുവല്ല. അത് വളരെ ജീവിതത്തിന് അർത്ഥമില്ലാത്തൊരു കാര്യമല്ല. ഇതിനൊരു വലിയ അർത്ഥം വേണ്ടുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ് വരുന്നത്. അപ്പോൾ അർത്ഥം കൊടുക്കുന്നതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ല. അത് നിങ്ങളുടെ അറിവ് ഉടനെ ബാങ്കിൽ പോയി എൻക്യാഷ് ചെയ്തത് അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിച്ച് അത് കുറച്ച് ഇങ്ങനെ നശിക്കേണ്ട ഒരു സംഗതിയല്ല. ഇതിന് വലിയ അർത്ഥമുള്ള സംഭവത്തെ
കാര്യത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത് സപ്തചിത്ത ആനന്ദത്തിന്റെ സമ്മേളനം വഴി വളരെ ഉയർന്ന പ്രാപഞ്ചിക തലത്തിൽ ഉയർന്ന വയലാളരുടെ കവിത എഴുതിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ വ്യാസത്തോളം ആത്മാവിന്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാൻ എന്നെഴുതുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വ്യാസത്തോളം ആത്മാവിന്റെ ശില്പശാലയെ ആദിയിൽ അഭിമുഖത്ത് 1000 യുഗങ്ങൾ 1000 പരിണാമ ഭിന്നരൂപികളായി ഈ പ്രപഞ്ചത്തിൽ വ്യാസത്തോളം ആത്മാവിന്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാനാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ വ്യാസത്തോളം ആത്മാവിന്റെ ശില്പശാലയെ വലുതാക്കാൻ കഴിവുള്ള, അങ്ങനെ വലുതാക്കുന്നത് വഴി ആനന്ദത്തിന്റെ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിവുള്ള വ്യക്തികളാണ് നീ എന്നാണ് ഉപദേശത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ മൂല്യം വേണ്ട. അപ്പം നമ്മുടെ ഏതാണ് നമ്മുടെ അടിസ്ഥാന സത്ത എന്ന് മനസ്സിലാക്കി ആ അടിസ്ഥാന സത്തയ്ക്ക് ഉള്ള ജ്ഞാനം നൽകുകയും ചെയ്യുമ്പോൾ മൂല്യങ്ങൾ അതനുസരിച്ച് മാറണം. അപ്പൊ അങ്ങനെ ആ ഏഴാളായിട്ടുള്ള മൂല്യങ്ങൾ വഴി കിട്ടുന്നതാണ്. അത് വേണമെങ്കിൽ ഏറ്റവും എളുപ്പം പറഞ്ഞാൽ ഉപദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വാക്കുകൾ അത് വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭയം, അസംഗം, അഹിംസ, ആനന്ദം. ഇതാണ് 4 വാക്കുകൾ. അഭയം അതാണ് മൂല്യം. ഭയമില്ലായ്മ അതാണ് മൂല്യം. ഭയത്തിനാണ് സാധാരണ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് മരണം അല്ലെങ്കിൽ കഷ്ടപ്പാട്, അസുഖം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഏറ്റവും ഭയമുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് കുറഞ്ഞ ഭയമാണ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഭയമാണ്. ഭയത്തോടെയാണ് ആളുകളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ ഉപനിഷത്തിന്റെ ഈ ചിന്ത രൂഢമൂലമായ മനസ്സിൽ ഭയമില്ല, അഭയം. കാരണം അതല്ല ഹരിപ്പില്ല. ഈ പ്രപഞ്ചത്തിന്റെ പരമാത്മാവിന്റെ അത് തന്നെയാണ് നീയും എന്ന് പറയുമ്പോൾ പിന്നെ ഭയമില്ല. അതാണ് അഭയം. അഹിംസ അതല്ല ഹരിപ്പില്ല. ഒരാളെ കൊല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഹിംസയുമായിട്ട് നടക്കുന്നത്? എന്തിനാണ് യുദ്ധങ്ങൾ ഞാനായിട്ട് പോകുന്നത്? ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ ആത്യന്തികമായിട്ട് ഒരു കാര്യത്തെ നശിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ ആർക്കും സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഒരു ശ്ലോകം എഴുതിയത്, പരമതവാദി യോഗ്യരാതെ പാടെ ഒരിക്കലും ബുദ്ധി വേണമെന്ന്. മറ്റൊരു മതത്തെ നശിപ്പിക്കാനായിട്ട് ആരും സാധിക്കും. അതുകൊണ്ട് പരമതവാദി ആവുന്ന കാര്യമില്ല എന്നാണ് ശ്രീനാരായണ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് ഈ അഹിംസ എല്ലായിടത്തും അഹിംസ ഈ അദ്വൈതമാണല്ലോ. പ്രപഞ്ചത്തിന് ആകെ ഒരു സത്തയേ ഉള്ളൂ, ഒരു ജ്ഞാനമേ ഉള്ളൂ. അടിസ്ഥാനമായി ആ പ്രപഞ്ചവും ജ്ഞാനമായിട്ട് വ്യത്യാസമില്ല. തത്വമസി എന്ന് പറയുന്നത് യുവാധാരനാണ്, അത് ചാന്തോക്യത്തിലാണ്. അതുപോലെ തന്നെ അയമാത്മാപരമായ മാണ്ഡൂക്യത്തിലാണ്. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ സത്തയായ ആത്മാവ് അത് ഞാനാണ്, അത് നീയാണ്, അത് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നായിട്ട് മാറുകയാണ്. പിന്നെ ആരോടാണ് ഈ ചെയ്യുന്നത്? ദ്വൈതം നിലയ്ക്കുന്നവൻ ഓർത്തിരുന്നു കാണിക്കും മറ്റൊന്നിനെ എന്ന് തന്നെ. ആത്മാവ് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ കാണിപ്പത് എന്തുകൊണ്ട് കാണിപ്പത് എന്തിനാലെന്നാണ്. അതായത് ദ്വൈതം പറയുന്നത് ഓർക്കുന്നു, മറ്റൊന്നിനെ ഞാൻ കാണിക്കുകയാണ്, ഞാൻ കാണുകയാണ്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് എന്തിനാണ്? രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഏകത്വത്തിന്റെ വീക്ഷണത്തിൽ തീർച്ചയായിട്ടും അഹിംസ എന്ന് പറയുന്നത് വളരെ ബാലിശവും ബുദ്ധിശൂന്യവും വിഡ്ഢിത്തരവുമായിട്ട് മാറും. അതിനൊരു കാരണം നോൺ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ കൊണ്ടാണ് എല്ലാം കഴിയുന്നത്. ഈ മായ എന്ന് പറയുന്ന സംഗതികളിലേക്ക് നമ്മളെ വഴി ചേർത്ത് വയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നോൺ ഡിറ്റാച്ച്മെന്റ് പറയുന്നത്. അസംഗം ഈശാവസ്ഥ സർവാണി പൂർണ്ണാനി ആത്മന്യവാന പശ്യതി. സർവാണി പൂർണ്ണാനി ആത്മന്യവാന പശ്യതി സർവോപദേശ ആത്മാനം പ്രബോധനസതേ എന്ന് പറയുന്നത്. കാണുന്ന എല്ലാ വസ്തുക്കളും ആത്മാവാണ് എന്ന് കരുതുന്നതാണ്. അതിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ നിന്ദിക്കേണ്ട കാര്യമില്ല. ഒന്നിനെ യസ്മിൻ സർവാണി പൂർണ്ണാനി ആത്മവിവാദോ വിചാരണ്ട. പത്രകോ മോഹനശ്രോത
കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഈ മായയായിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച്മെൻ്റ് ആവശ്യമില്ല. ഈ മായ കൊണ്ടാണ് ഈ സുഖദുഃഖങ്ങൾ, മായ കൊണ്ടാണ് ആർത്തി വീഴ്ച ഉൾക്കുവാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് മായയാണ് മനസ്സിലാക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ചിത്രപ്രദർശകൻ്റെ ഒരു കളിയാണ് ജീവിതം. അത് മനസ്സിലാക്കാനാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നു പറയുക ഈ ദ്വൈതഭാവങ്ങളെ മാറി അദ്വൈതമാവുന്ന സമയത്ത് ഒന്നിനോട് അറ്റാച്ച് ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കർമ്മണ്യമാധികാരത്തെ മാപരയുടെ അതാതിനായതിൻ്റെ ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുള്ളത്. കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നു. മാത്രമല്ല അതിൽ നശ്വരവുമാണ്. അതാണ് നശ്വരമാണ്. അതായത് എഴുത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദൃശ്യമായൊരു രാജ്യരേഖാമി നിശേഷ താരനാമി സത്യമെന്നാകെ പ്രയാസം എന്നതിനാല് ചക്ഷുശ്രവണ ദൂരം ഭക്ഷണം പിന്നപേക്ഷിക്കുന്നത് പോലെ കാലാഹില വൈകസ്തമാം ലോകവും ആലോചന ഭൗമങ്ങളുടെ എന്നാണ്. അപ്പൊ കാലത്തിന്റെ ആ ഒരു പിന്നെ പിടിയിലകപ്പെട്ട ഈ ലോകത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾ പോയി അറ്റാച്ച് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ മായയുടെ ആ ഒരു മായയുടെ പിറകിലുള്ള സത്യം, ആ സത്യം ഗ്രഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കില്ല. പിന്നെ അസംഗം എന്ന് പറയുന്ന മൂല്യം അവിടെ പോകുന്നുണ്ട്. ഇതിനാണ് അദ്ദേഹത്തിൻ്റെ ജനനി നവയത്തിലെ മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗരം താനായതും നീമാനിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപത്തിൽ നാനാവിധപ്രതി മാനായും നറിയും ഞാനായതും ഭവതിയെ നാദരൂപി അഹോ നാടകം നിഖിലവും എന്നാണ് പറയുന്നത്. അപ്പോൾ നീ നാമരൂപത്തിൽ നാനാവിധ പ്രതിമാനായും നറിയും ഞാനായതും ഭവതിയെ നാദരൂപി അഹോ നാടകം നിഖിലവും. എല്ലാ നാടകമാണ് ഈ മായയുടെ നാടകമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനടുത്ത് പറയുന്നത് കാലാദിയായ മൂലാതെ നെയ്യുമൊരു ലീലാപണം ഭവതിമേ നേരാകെ 14,000 ഉള്ളതീരാകണമെന്നാണ്. അപ്പം ഇങ്ങനെ കാലത്തിന്റെ കാലം സ്പേസ് ആൻഡ് ടൈമാണ്. കാലം സ്പേസ് ടൈമാണ് പോസേഷൻ. ഈ സ്പേസ് ടൈം പോസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അത് നൂലാണ്. ആ നൂലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ലീലാപണം ഒരു വസ്തുത. ഭവതിമേ നേരാകെ കൂടും ഈ പ്രകൃതിയുടെ മേൽ മുഴുവൻ ഇങ്ങനെ ഇല്ലാവാം. അതാണ് ഈ പ്രകൃതി ഈ പ്രപഞ്ചം എന്ന് ധരിച്ചു കഴിഞ്ഞാൽ അസംഗം കുറേ പിന്നെ ഡിറ്റാച്ച്മെന്റ്. അതാണ് നല്ലൊരു കാര്യം. ഈ 3 സത്യങ്ങളുണ്ടെങ്കിൽ അഭയം, അഹിംസ, അസംഗം, ഇത് 3 ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന 4ാമത്തെ മൂല്യമാണ് അല്ലെങ്കിൽ ആനന്ദം. അപ്പോൾ ഉപദേശത്തിൽ ഈ 4 പ്രധാനപ്പെട്ട മൂല്യങ്ങളായി പറയും. ആ മൂല്യങ്ങളിൽ നിന്ന് വീണ്ടും ഈ മൂല്യങ്ങളിൽ നിന്ന് വീണ്ടും ഡിറൈവായിട്ട് സത്യം, സത്ത്, ചിത്ത്, ആനന്ദം. അപ്പോൾ സത്യം എന്ന് പറയുന്ന ഉപദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുണ്ടകോപത്തിനാണ് സത്യത്തെ കുറിച്ചുള്ള ഒരു ശ്ലോകം തന്നെയാണ്. സത്യമേവലയിലെ നാദവും സത്യേന വന്ന വിടതോ ദേവയാണ് ഹേനാക്രമന്തി ഋഷയോ യാത്രകാമ എത്ര സത്യസ്യ പരമനിദാനം. അത് സത്യം ചെയ്യും അവൻ അതിവിസ്തൃത സത്യത്തിനാൽ വഴി രസിക്കുന്നത് ദേവമാകും എന്നാണ് പറയുന്നത്. അപ്പം സത്യമാണ് ജയിക്കുന്നത്. സത്യമേവലയാണ് നമ്മുടെ അശോകസമൂഹത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഉപദേശത്തിനെടുത്ത വാചകമാണ്. സത്യമേവലയെ സത്യം ചെയ്യും അവൻ അതിവിസ്തൃത സത്യത്തിനാൽ വഴി രസിക്കുന്നത് ദേവമാകും. അപ്പോൾ മനുഷ്യന്റെ പുരോഗതിയുടെ മാർഗം ആ വഴി സത്യം കൊണ്ട് പ്രകാശിക്കുന്നതാണ്. പക്ഷെ സത്യത്തിന് വേറെ പ്രസംഗമൊക്കെയുണ്ട്. ഈശാവാസ്യത്തിലെ ഹിരൺമയ വാർത്തയുടെ സത്യസ്യാപീതമുഖം തത്വം കൂടുതൽ അഭാവം സത്യധർമായ ദൃഢയെ എന്ന് പറയുന്നത്. അതായത് സത്യത്തിനൊരു കുഴപ്പമില്ല. എന്ന് കഴിഞ്ഞാൽ ഈ സത്യത്തിനെ മറച്ചു വയ്ക്കാനായിട്ടുള്ള ശക്തികൾ ധാരാളമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഹിരൺമയ വാർത്തയാണ് മറച്ചിരിക്കുന്നു സുവർണ്ണ പാത്രം കൊണ്ടെങ്ങനെ സത്യമുഖ സ്വരൂപം. ഹേ സൂര്യ മാറ്റിയെടുക്കലെന്ന് സത്യം ദർശിച്ചുകൊണ്ടിട്ട് ഇവൻ സ്വധർമ്മി എന്നാണ്. സത്യം എപ്പോഴും സുവർണപാത്രം മറക്കപ്പെടുകയാണെങ്കിൽ ഈ സത്യത്തിന്റെ വഴിയാണ് ദേവമാർഗത്തിനുള്ള വഴി എന്ന് മന്ദഗോപുരത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉപദേശത്തില് അതുപോലെ തന്നെ പിന്നെ
പ്രാർത്ഥനകൾ അസ്തോമാസത്യമയ തമസോമാ മൃത്യോമാണ്. അപ്പൊ അങ്ങനെ ഉപനിഷത്തിൽ ഇതുപോലുള്ള ഈ അടിസ്ഥാനപരമായ സത്താശാസ്ത്രത്തിലും ജ്ഞാനശാസ്ത്രത്തിലുമല്ല ഉരുത്തിരിയുന്ന വളരെ ഉദാത്തമായ മനുഷ്യനെ, കാരണം ഉപനിഷത്തിൽ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ ഈശ്വരനായി മാറ്റുകയാണ്. ഈശ്വരന്റെ ഭാഗമാണ്. അത് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഉയർന്ന മൂല്യങ്ങളിലേക്കുള്ള ഒരു ചരിത്രപടിയായിട്ട് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ കാണുന്നു എന്നുള്ളതാണ് ഉപനിഷത്തിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേൾഡ് വ്യൂ, ഒരു ലോകവീക്ഷണം, ഒരു പ്രപഞ്ച വീക്ഷണം അത് കൊടുക്കുന്ന വലിയ ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്ത്. അത് വെറുതെ കൊണ്ടല്ല, അതൊരു യുക്തി സഹിതമാണ് അത് പറയുന്നത്. യുക്തി സഹിതം അതായത് എന്താ യുക്തി എന്ന് കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, പരമാത്മാവ് ഇത് തന്നെ മനസ്സിലാണെന്ന് പറയുന്നത് യുക്തി എന്താണെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പറയാവുന്ന ഒരേ കാര്യമാണ്. അത് തെളിവ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ അപരാമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തെ നോക്കി അന്വേഷിച്ച് പോയാൽ, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പോയാൽ ഒരു പ്രത്യേക പോയിന്റ് ചിലപ്പോൾ വഴിയുണ്ട്. പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തതാണ് വരും. അപ്പോൾ ആ വഴിമുട്ടുന്ന പോയിന്റുകൾ കഴിയുമ്പോൾ നമ്മൾ ദിശ തിരിക്കുക. നമ്മളെവിടെയൊക്കെ പോകുമ്പോൾ ഒരിടത്ത് നമ്മൾ റോഡ് വഴി പോകും, റോഡിൽ നിൽക്കുമ്പോൾ ആ റോഡാണ് ഇനി നമ്മൾ പോകാൻ വരുന്നില്ല, പിന്നെ റോഡില്ല, പിന്നെ എന്താ ചെയ്യാൻ തിരിച്ചു കഴിഞ്ഞിട്ട് വേറെ വഴിയുണ്ടോ നോക്കുക. അതാണ് പറയുന്നത്. ഈ അപരാഗിയ അന്വേഷിക്കാൻ നടക്കുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിനെ കുറിച്ച് മാത്രം അന്വേഷിക്കാൻ നടക്കുന്ന മനുഷ്യൻ. അവിടെ ജ്ഞാതാവ് എന്ന് പറയുന്നത് ആ ഒരു പ്രതിഭാസത്തെ കുറിച്ച് വളരെയധികം അതിനെക്കുറിച്ച് വിസ്മരിച്ച് പ്രപഞ്ചത്തിനെ അന്വേഷിക്കാൻ നടക്കുന്ന മനുഷ്യൻ വഴിമുട്ടും. സയൻസിന് വഴിമുട്ടും. ഏത് ശാസ്ത്രശാലയും ഒരു പ്രത്യേക തരത്തിലുള്ള വഴിമുട്ടും. അപ്പം അങ്ങനെ വഴിമുട്ടും പറയുന്നത് നിങ്ങളുടെ വഴി അവിടെയാണ്, നീങ്ങും മറ്റു വേറെ വഴിയുണ്ട്. നിങ്ങൾ ഇനി നോക്കേണ്ടത് ദിശ നേരെ തിരിച്ചിട്ട് തന്നിലേക്ക് തന്നെ നോക്കുക. അപ്പോൾ അവിടെ വേറെ ഒരു കഴിവ്. അപ്പോൾ തന്നിലേക്ക് നോക്കാൻ പറയാം. അവിടെ തിരിച്ച് നടക്കാൻ മറ്റൊരു വഴിയാണ് പോവുക, മറ്റൊരു വഴി ഏതൊരു ദിശയിലേക്ക് പോവുക, പോയി അതിനാണ് ചെയ്യുക. അത് രണ്ടും കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും. അത് രണ്ടും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഈ പ്രപഞ്ചത്തെ അന്വേഷിച്ച് എവിടെ വഴി മുട്ടിയോ അവിടെയാണ് ഈ മറ്റേ വഴി അവസാനിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ അന്വേഷിച്ച് വഴി മുട്ടിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തിരിച്ചു നടന്നപ്പോൾ ഏതൊരു ദിശയിൽ യാത്ര ചെയ്തപ്പോൾ എത്തിച്ചേർന്നത് അവിടെ തന്നെ. അപ്പം എന്തായാലും പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉത്ഭവം തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സത്യ പോലെ, അതായത് ഇങ്ങനെ കൊളംബസ് അമേരിക്കൻ വിജയിച്ചിട്ട് പോയി, പിന്നെ അതിന് കുറേ കഴിഞ്ഞ് മകൻ യാത്ര ചെയ്ത് ലോകം മുഴുവൻ തിരിച്ച് തിരിച്ചു. ഇതുപോലെയാണ് പ്രപഞ്ചത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴി മുട്ടി തിരിച്ചു നടക്കാൻ പറയുന്നത്. തിരിച്ചു നടന്നാൽ ഏത് ദിശയിലൂടെ സഞ്ചരിച്ച് അങ്ങേയറ്റം എത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ എവിടെയാണോ വഴിമുട്ടിയത് ആ സ്ഥലത്ത് തന്നെ ഞാൻ ഈ വഴി എത്തി എന്ന് മനസ്സിലാകുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തത്വം ആ കലയിൽ കിടന്നത്. അന്നേരമാണ് മനുഷ്യനെ ആ ദർശനം കിട്ടുന്നത്. ആ ദർശനം സ്വാംശീകരിക്കാനുള്ള ക്ഷണമാണ് മനുഷ്യർക്ക് നൽകുന്നത്. അപ്പോൾ ആ ക്ഷണം അത്ര സങ്കീർണമൊന്നുമല്ല. ഇത് എല്ലാവരും വളരെ സങ്കീർണമായ നാമങ്ങളെയൊക്കെ തരത്തിൽ വ്യത്യസ്തമാണെന്നാണ്. അല്ല, ഉപനിഷത്ത് പോലെ വളരെ ലളിതമായ കാര്യമില്ല. അതോടൊപ്പം തന്നെ അതുപോലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അതുകൊണ്ട് ഈ രണ്ട് തെറ്റിദ്ധാരണകൾ, ഉപനിഷത്ത് സങ്കീർണമാണെന്നും അത് ജീവിതവുമായിട്ട് ബന്ധമില്ലാത്തതാണെന്നും ഉള്ള തെറ്റിദ്ധാരണകളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ. അതുകൊണ്ടാണ് ആരും ഉപനിഷത്തുകളിലേക്കും വേദാന്തത്തിലേക്കും ശ്രദ്ധിക്കാതിരിക്കുന്നത്. അത് പക്ഷേ അത് വലിയൊരു നഷ്ടമാണ് വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് ലളിതമാണ്. കൊച്ചു കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യയാണ് ഉപനിഷത്ത് വിദ്യയായിട്ട് പറയുന്നത്. ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞ് വേറെയും ഉദാഹരണം അതിന് ഓരോ ഉപനിഷത്തിനെ കുറിച്ച് നോക്കിയാൽ ചോദ്യങ്ങളാണ് ഇതിൽ ഉപനിഷത്തുള്ളത്. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങളെക്കാൾ പ്രാധാന്യം നമുക്കറിയാം. കേന ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാൽ, കേന എന്ന് പറഞ്ഞാൽ എന്തിനാൽ അല്ലെങ്കിൽ ആരാധന. അപ്പം എന്തിനാൽ ആരാധന ചോദ്യമാണ്. അതാണ് ഉപനിഷത്തിന്റെ ടൈറ്റിൽ. പ്രശ്നോപനിഷത്ത്, പ്രശ്നം ചോദ്യമാണ്. കേനോപനിഷത്തിന്റെ ചോദ്യമാണ് കേനേഷിതം പദം കേന പ്രാണപ്രഥമ പരിയുക്ത കേനേഷിതം വാദമിമാം പദന്തി ചക്രസ്രോത്രം കൗ ദേവോ വിനഗ്രി.
ആരാരീക്ഷിതമായി നിയോഗിതവുമായി പായുന്നുവോ മനസ്സം, ആരാരും നിയുക്തനായി പ്രധാന പ്രാണം ധരിക്കുന്നുവോ, ആരാരീക്ഷിതമായി വാക്കുകൾ ഇതേ മട്ടിൽ പുറപ്പെട്ടിരുന്ന ആരാരക്ഷികളെ ശ്രവണവും പാലിച്ചിരുന്ന ദേവകൾ. ചോദ്യം വലിയ ഞാൻ പറയുന്നത് വാക്കുകൾ പറയുകയാണ്. വാക്കുകൾ ആരാരീക്ഷിതമായി വാക്കുകൾ ഇതേ മട്ടിൽ പുറപ്പെട്ടിരുന്നു. ഈ വാക്കുകൾ ഇങ്ങനെ പുറപ്പെടാൻ തീരുമാനിച്ചതാണ്. ആരാരീക്ഷിതമായിട്ടുള്ളത് എവിടെ നിന്നാണ് വരുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കലാണ് ജ്ഞാനോപദേശം ചെയ്യുന്നത്. ഇതുപോലെ ആരാൽ എന്തിനാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നു എന്നുള്ള അടിസ്ഥാന സമസ്യകൾ വളരെ മനോഹരമായ യുക്തിസഹമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരങ്ങളിലൂടെ മനുഷ്യന്റെ ജീവിതത്തിനെ സ്പർശിക്കുന്ന മൂല്യങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന മഹത്വങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് നമ്മൾ ധരിക്കേണ്ട വളരെ ആവശ്യമാണ്. കാരണം ഈ അർത്ഥം എന്ന് പറയുമ്പോൾ ഇതാണ് ലാസ്റ്റ് പറയുന്നത്. അർത്ഥം എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. മീനിങ് എല്ലാവരും മീനിങ് ആണ്. കാരണം വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം മുഴുവനാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ. ഇദ്ദേഹം മാത്രം മരണം ഇല്ലാതെ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ദി മാൻസ് സെർച്ച് ഫോർ മീനിങ്, മനുഷ്യൻ്റെ അർത്ഥം അന്വേഷിക്കുന്ന സെർച്ച്, അന്വേഷണം, അർത്ഥത്തിനെ കുറിച്ച്. അതിൽ അങ്ങയുടെ ഈ വിക്ടർഫ്രാങ്കൽ പറയുന്നത് ജീവിതത്തിൻ്റെ ഒറ്റ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൻ്റെ മനുഷ്യൻ ജീവിക്കുന്നത് അർത്ഥം അന്വേഷിക്കാമെന്നാണ്. എല്ലാ മനുഷ്യരും പല കാര്യങ്ങളും ചെയ്യുന്നത്. ആ ചെയ്യുന്നതാണ് അർത്ഥമുള്ളത് എന്ന് അവർ ധരിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. ഒരാൾ യാതൊന്നും ചെയ്യാതെ ജീവിതകാലം നേരെ ഇറങ്ങി റോഡിൽ കഴിയും, ഇത് കഴിയും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ലക്ഷ്യമില്ല, ഒരർത്ഥമില്ല. അർത്ഥമുണ്ട്. അയാൾ ശ്രദ്ധോളം ഇങ്ങനെ ഇരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നായി ധരിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്യും. നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നാൽ എന്തോ അർത്ഥം ഉണ്ടായിരുന്നു ചിന്തിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് അവർക്ക് അർത്ഥമുണ്ട്. എനിക്ക് ഇവിടെ വന്നാലും അർത്ഥം എന്നുള്ളത് ഞാൻ യാത്രയിലൂടെ എത്തിയിരിക്കുന്നു എന്നെനിക്ക് തോന്നിയുണ്ട്. ഓരോ മനുഷ്യൻ അവനവൻ്റെ ചിന്തയിൽ അർത്ഥമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യുന്നത്. മാൻസ് സെർച്ച് ഫോർ മീനിങ്. ഇനി ഈ അർത്ഥം വ്യത്യസ്തമാണ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പം ശാശ്വതമായിട്ടുള്ള അർത്ഥമുണ്ടോ എന്നുള്ള അന്വേഷണം അത് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയ തലമാണ് ഉപനിഷത്തുകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ അർത്ഥത്തിൽ വേറെ പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹം ഈ വിക്ടർഫ്രാങ്കൽ ഡെസ്പയർ, നിരാശ, അതിനൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. ഡെസ്പയർ എന്താണ് ഡെസ്പയർ? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്നത് അദ്ദേഹം വളരെയധികം നിരാശനായി. ഡെസ്പയർ വളരെ നിരാശനായി. എന്താണ് ഇപ്പം ഇയാളെ നിരാശ എന്ന് നിർവചനം എന്താണ്? നിരാശയുടെ നിർവചനം അദ്ദേഹം കണ്ടുപിടിച്ചത് ഡെസ്പയർ ഈക്വൽ ടു സഫറിങ് മൈനസ് മീനിങ്. സഫറിങ് കഷ്ടപ്പാട്, കഷ്ടപ്പാടാണ് നിരാശ. കഷ്ടപ്പാടിൽ നിന്ന് മീനിങ് കുറയണം. അപ്പോഴാണ് ഡെസ്പയർ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, അങ്ങനെ പ്രതീക്ഷയാണ്, പ്രത്യാശ, ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ മീനിങ് മൈനസ് സഫറിങ്. തിരിച്ചു പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മീനിങ് മൈനസ് സഫറിങ് ആണ്. അർത്ഥം ഉണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷ. അതിൽ നിന്ന് സഫറിങ് കൂടുതലാണ്, ഈ സഫറിങ് കുറയണം. അപ്പം ജീവിതത്തിൽ പ്രതീക്ഷ വേണമെങ്കിൽ ഒരു കാര്യമാണ്. മീനിങ് മൈനസ് സഫറിങ് ആണ് പ്രതീക്ഷ. അതുകൊണ്ട് ഈ സഫറിങ്ങിനേക്കാളും കൂടുതൽ വേണം അർത്ഥം. അപ്പം ജീവിതത്തിൽ നമുക്ക് എന്ത് സഫറിങ് ഉണ്ടോ അതിനേക്കാളും ഉയർന്ന തലത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. പിന്നെ ആ വ്യക്തിക്ക് നിരാശയില്ല. എത്രയായിക്കോട്ടെ സഫറിങ് എത്ര വലുതായി ഒറ്റ കാര്യമില്ല. അതിനേക്കാളും ഉയർന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. ആ അർത്ഥം കണ്ടുപിടിക്കണം. സഫറിങ്ങിനേക്കാളും ഉയർന്ന തലത്തിൽ അർത്ഥം കണ്ടുപിടിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും നിരാശയില്ല. അതാണ്. അപ്പോൾ അർത്ഥം കണ്ടുപിടിക്കുന്ന ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നു. ഈ അർത്ഥം കണ്ടുപിടിക്കാനുള്ള ഈ മനുഷ്യൻ്റെ നിതാന്തമായിട്ടുള്ള ഒരു ത്വര, ആ ത്വരയ്ക്ക് ഉത്തരം നൽകുന്ന ചിന്താ സംഹിതകളാണ് നേരത്തെ ചിന്തയുടെ ഹിമാലയം എന്നൊക്കെ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൂ ഉപനിഷത്ത് പറയുന്നത് ഹിമാലയം പോലെയാണ്, അത്ര ഉയർന്ന ചിന്തകളുള്ള എന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ അർത്ഥം നൽകുന്ന ഒരു മഹത്വങ്ങളാണ് ഈ ചിന്തകളാണ് ഇതിലൂടെ
ചെയ്യുവാൻ നിങ്ങൾക്ക് ഭാവിയിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ